മാരിയമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ എത്രമാത്രമാണ് മാരിയമ്മയായിട്ട് എനിക്കുണ്ടായിരുന്ന അറ്റാച്ച്മെൻ്റ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. മോർച്ചറിയിൽ വെച്ചിട്ട് നമ്മൾ പത്രത്തിലും പരസ്യം കൊടുത്തിട്ട് നോക്കിയിരിക്കും ആരെങ്കിലും ഏറ്റെടുക്കാൻ വരുമോയെന്ന്. പക്ഷെ ആരും വരാതെ അടക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ശരിക്കും ഞാൻ തകർന്നു പോയ ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങളെ നോക്കിയ മോളും ഞങ്ങളുടെ ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മതിയെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച 42ഓളം അച്ഛനമ്മമാരുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഭാഗ്യം ലഭിച്ച മകള് കൂടിയാണ് ഞാൻ. ഒരുപാട് വിഷമങ്ങളോട് കൂടിയിട്ട് മക്കളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അച്ഛന്മാരും അമ്മമാരുമുണ്ട്. ഓർമ്മക്കുറവുകൾ കൊണ്ട് ഇപ്പം വരും, എന്ന് വരും മോൻ, എന്ന് വരും മോളെന്ന് ചോദിച്ച് നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരുമുണ്ട്. മദ്യപിച്ച് ബോധം കെട്ടുവന്ന മകൻ രാത്രിയിൽ അമ്മയാണെന്നറിയാത്ത രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നിടത്തുനിന്ന് കാപ്പിത്തോട്ടത്തിനകത്ത് അമ്മ ഒളിച്ചിരിക്കാറുണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ അമ്മയുടെ ആ ഒരു വിഷമവും വേദന എന്താണെന്ന്. അപ്പം ആ അമ്മയെ തിരിച്ചുകൊണ്ടായ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് രാത്രികൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ച് ഒറ്റപ്പെട്ടൊരു വീട്ടിലമ്മ തന്നെ കിടക്കുകയാണ്. പക്ഷേ എൻ്റെ പോസ്റ്റുകൾക്കടിയിൽ ഇങ്ങനെ കമൻ്റ് ഇടാറുണ്ട്, മോളെ ഒരു വശം തളർന്ന് കിടക്കുകയാണ്, എൻ്റെ നമ്പർ ഇതാണ്, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്ത് ഞാൻ അമ്മയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, മക്കൾ വേണ്ടെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുപ്പത്തൊട്ടിയിലേക്ക് മക്കൾ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞ അച്ഛനമ്മമാരെ തേച്ചു മിനുക്കി മാണിക്യങ്ങളാക്കി അവർക്ക് പണ്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട്. സ്നേഹക്കൂട്ടിൽ എപ്പോഴും ഡാൻസും പാട്ടും കളികളും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരുപാട് അച്ഛനമ്മമാർ ഇന്ന് റീൽസിൽ താരങ്ങളാണ്. ആ അച്ഛനമ്മമാരൊന്ന് തിരിച്ചു ചിന്തിച്ചാൽ ഞാൻ പറയുകയാണ് റിട്ടയർമെന്റ് ഹോമുകൾ. ഞാൻ സ്നേഹമുള്ള അച്ഛനമ്മമാരോട് പറയാറുണ്ട്, ഈ വാർദ്ധക്യം അവസാനം എന്നുള്ളൊരു വാക്കല്ല, വാർദ്ധക്യം എന്നുള്ളത് ആഘോഷമാക്കണം. വീൽ ചെയറിലിരിക്കുന്ന ആൾ മുതൽ 101 വയസ്സുള്ള അമ്മ വരെ ഗുരുവായൂർ തൊഴിക്കാനായിട്ട് പറ്റി. ടൂറ് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞവരെ, ഹൗസ് ബോട്ടെ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞവരെ ഹൗസ് ബോട്ടെ കയറ്റാൻ പറ്റി. ഒരു 6 മാസത്തിലൊന്നെങ്കിലും നിർബന്ധമായിട്ട് ഞങ്ങൾ യാത്രകൾ ചെയ്യും. ദയനീയത വിൽക്കാൻ ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹക്കുട്ടി വന്നിട്ട് ഇവർ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടിട്ട് സഹായിക്കാൻ പറ്റുന്നവർ സഹായിച്ചാൽ മതി. ഈ റീസെൻ്റ്ലി ഒരു ഇൻസൾട്ട് സംഭവിച്ചല്ലോ, അതെന്തുവായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? We often think aging is only about growing old, but sometimes it is about slowly becoming invisible. When people hear the words old age home, they immediately imagine sadness. But inside these spaces, there are friendships, routines, laughter, memories, hope, and sometimes silent waiting. Today's conversation is not about blaming families. It is about understanding what human beings truly need in the final chapters of life. This is Shine with Nalan. Today I'm joined by someone who has closely witnessed the emotional realities of aging, care, dignity and human connection through Snehakoodu Abhayamandiram. Welcome Nisha Snehakoodu. Moreover, എൻ്റെ ഒരു അനിയത്തിക്കുട്ടി എന്ന് പറയാം അല്ലേ? സാധാരണ ഈ സ്നേഹക്കൂട് ഇല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം അങ്ങനെയല്ലേ പറയുന്നത്? ഈ ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയുമ്പം വേദന, വിഷമം, കരച്ചിൽ അങ്ങനാണോ? ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഓൾഡ് ഏജ് ഹോമുകളൊക്കെ വേദനയും വിഷമവും കരച്ചിലും മക്കളെ ഓർത്തുള്ള ആ ഒരു വിലാപങ്ങൾ അങ്ങനെയൊക്കെയായിട്ടാണ്. അതാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതൊക്കെ കണ്ട ആ ഒരു ടൈം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണം. ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയാതെ ഒരു വീടിൻ്റെ പഴയ കാലത്തെ പോലെ ഒരുപാട് അച്ഛനമ്മമാരുള്ള വലിയൊരു തറവാട്, ആ ഒരു കൺസെപ്റ്റിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ സ്നേഹക്കൂടെന്ന ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം, നമ്മളുടെ തറവാട് പടുതുയർത്തിയിരിക്കുന്നത്. ഒരു ആക്ച്വലി ഞാനൊരു സ്കൂളിലൊക്കെ പോകുമ്പോഴേ
അവിടെ ഈ കുട്ടികളൊക്കെ വന്ന് ചേരുന്ന പോലാണ് ഈ പറയുന്ന ഈ പ്രസ്ഥാനങ്ങളിലെ അച്ഛനമ്മമാരായിട്ടുള്ള ജീവിതം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പറയാം കേട്ടോ. അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പം ഒരു കരച്ചിലും വിഷമത്തോടും കൂടിയിട്ടാണ് ഇവർ വരുന്നത്. രണ്ട് മൂന്ന് മക്കളിലെ രീതിയിൽ ബോഡി കൊണ്ടാക്കുന്നത്. അതാ 2-3 രീതിയിൽ എത്തപ്പെടുന്നവരുണ്ട്. മക്കൾ ഉപേക്ഷിച്ച് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വരുന്ന അച്ഛനമ്മമാരുണ്ട്. മക്കൾക്ക് സാഹചര്യം നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ട് സ്നേഹക്കൂട്ടിൽ എത്തുന്ന അച്ഛനമ്മമാരുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് വർഷം ജീവിച്ച് ആ ഒരു വീട്ടിൽ നിന്നും അവർ പോരുമ്പം അവർ ഭയങ്കര വിഷമത്തോടു കൂടിയും വേദനയോടു കൂടിയും തന്നെയാണ് സ്നേഹക്കൂടം. അത് മാറ്റാൻ പറ്റാത്തൊരു. അത് തീർച്ചയായിട്ടും എത്തിപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും സംശയവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവരിൽ ആ മാറ്റം, അവരുടെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി അവരെ ഭയങ്കര സന്തോഷമുള്ളവരാക്കി മാറ്റാനായിട്ടുള്ളൊരു ശ്രമമാണ് പിന്നീട് നടത്തുന്നത്. അതിലൊരു 90% വിജയിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹക്കൂട്ടിൽ വരുമ്പം അവിടെ കരച്ചിലിന് പകരം ചിരിക്കുന്ന മുഖങ്ങളാണ് കാണാൻ പറ്റുക. അപ്പം നളഞ്ചേട്ടൻ വന്നിട്ടുണ്ട്, നളഞ്ചേട്ടൻ കുറെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അറിയാം ഈ കരച്ചിൽ മാറ്റി. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് സന്തോഷമുള്ള ചിരിക്കുന്ന മുഖങ്ങൾ. അവർക്ക് ചിലപ്പോൾ ഉള്ളിൽ വേദനകളൊക്കെ ഉണ്ടായിരിക്കാം. വേദനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 90% അവരെ ഹാപ്പിയാക്കി ഇരുത്താനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറുമ്പ് കാണിക്കുന്ന അച്ഛനമ്മമാരുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ 6-60 അതെ 6-60 ഒരുപോലെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ 6 വയസ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ അച്ഛനമ്മമാരിൽ നമുക്ക് കാണാൻ പറ്റും. കുശുമ്പും തമ്മിത്തല്ലും വഴക്കും ചീത്തവിളിയും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ കൊച്ചു പിള്ളേരെ പോലെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇവർ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ശരിക്കും ഞാൻ ഇവരെ സ്നേഹം കൊണ്ട് തന്നെയാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് ആ സ്നേഹത്തോടു കൂടി എത്ര വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയും നമ്മൾ ചെന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് തൊട്ട് തലവടി കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് വഴക്കൊക്കെ പറയാറുണ്ട്, ചെറിയ രീതിയിൽ വഴക്കൊക്കെ പറയാറുണ്ട്. പക്ഷെ പേടിപ്പിക്കുന്ന രീതിയിൽ എന്നോട് അവിടെ ആർക്കും ഒരു പേടിയില്ല. അതാണ് സത്യം. കാരണം വാത്സല്യമാണ് ഒരു മോളെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വീഡിയോ കണ്ടു. നിഷമോൾ ഒരാഴ്ച 2 ആഴ്ച കാണാതിരുന്ന ഒരാഴ്ചയല്ല 40 ദിവസത്തോളം ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന അത്രയും ടൈം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് സ്നേഹക്കുട്ടിയിൽ നിന്ന്. അത് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഉള്ള അച്ഛനമ്മമാരുടെ വിഷമങ്ങൾ കണ്ടപ്പോഴാണ് ഇവർ നമ്മളെ എത്രത്തോളം ഹൃദയത്തിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരുടെ കൊച്ചു പിള്ളേർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുള്ളൊരു സന്തോഷമായിരുന്നു അവർക്ക് എന്നെ കണ്ടപ്പോൾ. അവർ ഭക്ഷണം കഴിക്കാതെ കടന്നവരുണ്ട്, ദിവസങ്ങളോളം എന്നെ കാണാതെ ഭക്ഷണം കഴിക്കാതിരുന്ന അച്ഛനമ്മമാരുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്ന അമ്മമാരുണ്ട്. ദിവസവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന അമ്മമാരുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ശരിക്കും എൻ്റെ ലൈഫ് ശരിക്കും സക്സസ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇവർക്കൊപ്പം ചെലവിട്ട ഈ നിമിഷങ്ങളാണ്. ഇനി നാളെ ഞാൻ ഇല്ലാതായി പോയാലും എൻ്റെ സന്തോഷം എന്ന് പറയാനുള്ളത് ഒരു ലൈഫിൽ നേടേണ്ട സ്നേഹം മുഴുവൻ നേടിയ ഒരാളാണ് ഞാൻ. അപ്പം നളഞ്ചേട്ടനോട് ഞാൻ ചോദിക്കണം, നളഞ്ചേട്ടന് ഒരച്ഛനും ഒരമ്മയും ഉള്ളപ്പം 149ഓളം അച്ഛനമ്മമാരുടെ മകളാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് സാധിക്കുന്നു. പക്ഷെ ആ മകളുടെ ചേട്ടനാണ് ഞാൻ. അതെ, തീർച്ചയായിട്ടും കുറവല്ല. ഞാനൊരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, നിഷമോളെ ഞാനൊരു കാര്യത്തിന് പോവുകയാണ്, അച്ഛനമ്മമാരത്ത് പ്രാർത്ഥിക്കാൻ പറയണോ. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ പരിപാടിയിലൂടെ തന്നെ ഞാൻ മീഡിയയിൽ പറയുകയാണ്, എൻ്റെ അനിയത്തിയുടെയും എൻ്റെ അച്ഛനമ്മമാരുടെയും പ്രാർത്ഥന തന്നാണ്, അവരുടെ അനുഗ്രഹം തന്നാണ് എൻ്റെ ചുവടുവെപ്പുകളിൽ എന്നും എന്നോടൊപ്പം ഉള്ളതെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ മോളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കാണുന്നത് അച്ഛനമ്മമാരവിടെ വരുമ്പോൾ വീട്ടിൽ നിന്നും എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഗതികെട്ട് വരുന്ന അച്ഛനമ്മമാരുണ്ട്. ഗതികേട് കൊണ്ട് മക്കൾ കൊണ്ടാക്കേണ്ട അവസ്ഥയിലുള്ള അച്ഛനമ്മമാരുണ്ട്. പിന്നെ ഈ പറയുന്ന അച്ഛനമ്മമാരെ അവിടെ കൊണ്ടാക്കുമ്പോഴും മക്കളുടെ അവസ്ഥ കൊണ്ട്, മക്കൾക്ക് ഇഷ്ടമാണ് പക്ഷെ മക്കളുടെ അവസ്ഥ കൊണ്ട് കൊണ്ടാക്കുന്ന മക്കളുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ മക്കളില്ലാതെ ഒറ്റപ്പെട്ടു പോയ അച്ഛൻ അല്ല, മക്കളില്ലാതെ വരുന്ന അച്ഛനും അമ്മയും, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബന്ധുക്കൾ സംരക്ഷിക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ മരിച്ച് അമ്മ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ അമ്മ സ്നേഹക്കൂടിലോട്ട് എത്തുമ്പോൾ നമുക്ക് 2 കൈ നീട്ടി നമുക്ക് അമ്മയെ സ്വീകരിക്കാനേ പറ്റുള്ളൂ. കാരണം അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ല. അതേ അവസ്ഥയിലുള്ള ഒരു അച്ഛനാണെങ്കിൽ സ്നേഹക്കൂടിലോട്ട് എത്തുമ്പോൾ അതേ രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഈ മക്കളില്ലാതെ ഒറ്റപ്പെട്ടു പോയി വരുന്ന അച്ഛനും അമ്മയും
അങ്ങനെ വരുന്നവരുണ്ട്. ഇപ്പം നമുക്ക് സ്നേഹക്കൂട്ടിലുണ്ട് ഒരു അച്ഛനും അമ്മയും ഉണ്ട്, ഒന്നല്ല രണ്ടുപേരുണ്ട്. അപ്പം അവരെ ഒരുമിപ്പിച്ച് താമസിക്കാനുള്ളൊരു സൗകര്യം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രം എനിക്കൊരു വിഷമമാണ്. ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് സ്നേഹക്കൂട്ടിലെത്തുമ്പോൾ സെപ്പറേറ്റ് ഒരു റൂം കൊടുക്കാനുള്ള സാഹചര്യം നമ്മളായിട്ടില്ല. ഇപ്പം അമ്മമാരെ ഒരു സ്ഥലത്തും ഒരു ബിൽഡിങ്ങിൽ അച്ഛന്മാരുമായിട്ട് താമസിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവർ താഴെ ഇറങ്ങി വരുന്ന ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണ് കാണുന്നത്. ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ ഒരുമിച്ചിരിക്കാൻ പറ്റും. എന്നിരുന്നാലും അവർക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ടൊരു സമയം. അതെ അതെ, അത് കൊടുക്കാൻ പറ്റാത്തത് നമുക്കൊരു വിഷമം തന്നെയാണ്. അച്ഛനമ്മമാർ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അവസ്ഥ കാരണം, നിഷയുടെ അവസ്ഥ കാരണം അമ്മമാർക്കൊരു വീടാണ്, അച്ഛന്മാർക്കൊരു വീടാണ്. നിഷ ഇത് ജനങ്ങളോടോ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഇങ്ങനെ ഒരു 10 റൂം ഇല്ലെങ്കിൽ ഒരു 20 റൂം ഇവർക്ക് വേണ്ടി കെട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ വരുന്ന ആളുകളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവർ ഒരുമിച്ച് താമസിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഒരു സാഹചര്യത്തിൽ നമുക്കത് പറ്റുന്നില്ല. നമ്മളുടെ സ്പേസ് തന്നെ വളരെ കുറവാണ്. നളഞ്ചേട്ടൻ കണ്ടിട്ടുണ്ട് 36 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക്. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് സ്ഥലം കൂടി മേടിച്ചത്. അപ്പോൾ അവിടെ ഇനി അടുത്ത നളഞ്ചേട്ടൻ കാണുമ്പം തീർച്ചയായിട്ടും അതും കൂടി പറയാൻ എനിക്ക് സാധിക്കും. ഇപ്പം ഞങ്ങൾ അച്ഛനമ്മമാരെ ഒരുമിച്ച് താമസിക്കത്തക്ക രീതിയിലുള്ള റൂമുകൾ പണിതുവെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് എനിക്ക്. അപ്പോൾ ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ വരുന്ന സമയത്ത് ഒരു സ്കൂൾ പോലാണല്ലോ ഇതിപ്പോൾ, എന്തെന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ പറയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സ്കൂൾ ലീഡേഴ്സ് പോലെ ഇമോഷണലി ഉണ്ട്. ലീഡർ ഉണ്ട്. നമുക്ക് ഓൾറെഡി അമ്മമാർക്ക് 2 ലീഡർമാരുണ്ട്, അച്ഛന്മാർക്ക് 2 ലീഡർമാരുണ്ട്. അവരാണ് ശരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ലീഡ് ചെയ്യുകയും ഓരോ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് ഉണ്ടാകുകയാണ്. അത് ഒരു കണ്ടിന്യൂ അല്ല, അത് 1 മന്ത് മാറുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഉത്തരവാദിത്തം കൊടുക്കത്തക്ക രീതിയിൽ. ഇപ്പം ഈ മാസം 2 അമ്മമാരാണെങ്കിൽ അടുത്ത മാസം അടുത്ത 2 അമ്മമാരാണ്. അപ്പോൾ അവർക്കത് മാനേജ് ചെയ്യുന്ന രീതി അറിയാൻ പറ്റും, അവർക്ക് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു ലീഡർഷിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് എപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്? നിഷ ഒരു സോഷ്യൽ കോസ് എന്ന രീതിയിൽ ചെയ്യുന്നു, ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. എപ്പോഴാണ് നിഷയ്ക്ക് ഇത് വളരെ പേഴ്സണലായത്? ശരിക്കും എനിക്കൊരു വളരെ ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ ഇങ്ങനൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമായിട്ട് ഇറങ്ങിയ ഒരാളാണ്. കാരണം എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് എന്നെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് നടന്നൊരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിന് മുന്നിൽ നിന്നും പൊതിച്ചോറിൽ തുടങ്ങി അവിടെ ഒരച്ഛൻ മുറിവുമായിട്ട് കിടക്കുന്ന അച്ഛനെ മുറിവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചെനിക്ക് അമ്പലനടയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അന്ന് നമുക്കൊരു ഷെൽട്ടർ ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ഷെൽട്ടർ എന്നുള്ളൊരിത് മനസ്സിൽ കാണുന്നത്. എങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ഷെൽട്ടർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരുടെ വേദനകൾ എന്നുള്ളത് മാത്രമേ ഞാൻ ആ ഒരു രീതിയിൽ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ പിന്നെ എപ്പോഴൊക്കെയോ ഇതെനിക്ക് നളഞ്ചേട്ടൻ പറഞ്ഞ പോലെ പേഴ്സണൽ എന്നുള്ള പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാറി. ഒരു ഭാഗം എന്നല്ല, ഞാൻ തന്നെ ഇതായി മാറിയ ജീവിതം ഇതായി മാറി. കാരണം ഇതിനു വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ മാറി. കാരണം ഓരോ ദിവസവും സ്നേഹക്കൂട്ടിലെത്തുന്ന അമ്മമാരുടെ കളിച്ചിരികളും അവരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ യഥാർത്ഥ ആ ഒരു എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് പോലും സ്നേഹക്കൂടെന്ന ഒരു രീതിയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളിലാണ്. എനിക്ക് അച്ഛനമ്മമാരുടെ ഒച്ച കേൾക്കാതെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പം ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിപ്പോയി, തകരുകയാണ് തീർച്ചയായിട്ടും. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് തിരിച്ചറിയുന്നത്. ഞാൻ അവിടെ നിന്ന് ഓരോ ദിവസവും മാറി നിൽക്കുമ്പോഴാണ് ഇത് എത്രത്തോളം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അതെനിക്ക് വല്ലാത്തൊരു വേദന തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിഷയുടെ കൂടെ അച്ഛനമ്മമാർ സഹകരിക്കുന്നു, ഭയങ്കരമായിട്ട് സ്നേഹത്തിന് ഇൻവോൾവ് ആവുന്നു. ഒരച്ഛൻ മരിക്കുന്നു, ഒരമ്മ മരിക്കുന്നു, അടുത്തമ്മ മരിക്കുന്നു, അവരെ ഏറ്റെടുക്കാൻ പോലും മക്കളില്ലാതാവുന്നു. നിഷയ്ക്ക് അതൊരു ഉത്തരവാദിത്വമായി മാറുന്നു. ഒറ്റയ്ക്ക് പോയിരുന്ന് എപ്പോഴെങ്കിലും സൊസൈറ്റി ഒന്നും കാണാണ്ട് വാ വിട്ട് നിലവിളിച്ചിട്ടുണ്ടോ നിഷ? ഒരുപാട് തവണ. നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അമ്മമാർ നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദനയെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ നളഞ്ഞിട്ടുണ്ടായി നമ്മുടെ മാരിയമ്മ, സ്നേഹക്കൂടൻ്റെ താളമായിട്ട് നിന്ന മാരിയമ്മ നമ്മളെ വിട്ടു പോയപ്പം അതെനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് രാത്രികൾ സമ്മാനിച്ച ആ ഒരു ഓർമ്മയാണ് മാരിയമ്മയെ പറ്റി ഓർക്കുമ്പോൾ. അപ്പോൾ മാരിയമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അവിടെ 3 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെ തന്നെ എന്നെ അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാരിയമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ
എത്രമാത്രമാണ് മാരിയമ്മയായിട്ട് എനിക്കുണ്ടായിരുന്ന അറ്റാച്ച്മെൻ്റ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണത്. മാരിയമ്മയുടെ ചെതിക്ക് തീ കൊളുത്തുമ്പം. കാരണം എപ്പോഴും തമാശയിൽ പാട്ട് പാടും തിരുമ്പം എന്നോട് പറയാറുണ്ട്, എന്നെ മോള് തന്നെ എൻ്റെ ചെതിക്ക് തീ കൊളുത്തണമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് റിയലായിട്ട് സംഭവിച്ച സമയത്താണ് എത്രമാത്രമാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരുപാട് അച്ഛനമ്മമാർ മരിച്ചു കഴിയുമ്പോൾ ഏറ്റെടുക്കാൻ മക്കൾ വരാതെ വിഷമിച്ച് 3 ദിവസത്തോളം കഴിഞ്ഞ് മോർച്ചറിയിൽ വെച്ചിട്ട് നമ്മൾ പത്രത്തിലും പരസ്യം കൊടുത്തിട്ട് നോക്കിയിരിക്കും ആരെങ്കിലും ഏറ്റെടുക്കാൻ വരുമോയെന്ന്. പക്ഷെ ആരും വരാതെ അടക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ശരിക്കും ഞാൻ തകർന്നു പോയ ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണർന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് വീണ്ടും നമ്മൾ പിറ്റേ ദിവസം ആ ജീവിച്ചിരിക്കുന്നവരുടെ മുഖങ്ങൾ ഓർത്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എല്ലാവരും സംസാരിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന 140 അച്ഛനമ്മമാരെ പറ്റിയാണ്. എത്ര അച്ഛനമ്മമാരുടെ ക്രയവിക്രയങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും? ഇപ്പം ഞാനൊരു 44ഓളം അച്ഛനമ്മമാരുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഞാൻ പറയുകയാണെങ്കിൽ ഭാഗ്യം ലഭിച്ച മകളെന്ന് പറയാം. സാധാരണ ഹിന്ദു ആചാരപ്രകാരം ആൺമക്കൾ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ എൻ്റെ അച്ഛനമ്മമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത്, പെൺമക്കളായ മകൾ ഞങ്ങളെ നോക്കിയ മോളും ഞങ്ങളെ ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മതിയെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച 42ഓളം അച്ഛനമ്മമാരുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ ഭാഗ്യം ലഭിച്ച മകൾ കൂടിയാണ് ഞാൻ. അവരാഗ്രഹിച്ച പ്രകാരം കർമ്മം ചെയ്യാൻ ഞാൻ ഇതിലൊന്നും വലിയ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ നോക്കുന്നതാണ് യഥാർത്ഥ കർമ്മം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛനമ്മമാരുടെ ആഗ്രഹം ഞാൻ ചിതയ്ക്ക് തീ കൊളുത്തുക, കർമ്മം ചെയ്യുക എന്നാണെങ്കിൽ അവരെ ഇത്രയും നാളും നോക്കിയ സ്ഥിതിക്ക് എനിക്കത് ചെയ്യാൻ സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗ്യം ആർക്കും ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരച്ഛനും അമ്മയുടെയും ഒക്കെ ചിതയ്ക്ക് തീ കൊളുത്താൻ പറ്റും. പക്ഷേ ഇത്രയും അച്ഛനമ്മമാരുടെ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മകൾ ഒരു പ്രസ്ഥാനം നടത്തുകയും ആ പ്രസ്ഥാനത്തിൻ്റെ അച്ഛനമ്മമാരുടെ ആത്മബന്ധത്തിൽ എത്തിപ്പെടുകയും അവർക്ക് ഒരാത്മാവുണ്ടെങ്കിൽ ആ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുണ്യലോകം എന്നൊരു യാത്രയുണ്ടെങ്കിൽ അത് 7 ദിവസത്തിനകത്ത് ആണ് നടക്കുന്നതെങ്കിൽ നിഷ, ഞാൻ പറയുകയാണ്, ഞാൻ പുണ്യം ചെയ്തൊരു വ്യക്തിത്വത്തിൻ്റെ ആങ്ങള തന്നെയാണ്. കാരണം ആ ചിതയ്ക്കടുത്ത് അനാഥമായി നിന്ന് ആരും യാത്ര അയക്കാനില്ല എന്നുള്ള വിഷമം തേങ്ങി നിൽക്കുമ്പോൾ ഞാനുണ്ടടാ എന്ന് അച്ഛനമ്മമാരോട് പറയുന്ന ഈ മകളോട് ഈ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക്. വിൽ ബി ബാക്ക്. ദിസ് ഇസ് ഷൈൻ വിത്ത് നലൻ ആൻഡ് യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് നിഷ സ്നേഹക്കൂട്. വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഷൈൻ വിത്ത് നലൻ ആൻഡ് യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് നിഷ സ്നേഹക്കൂട്. അപ്പോൾ ഈ വയസ്സാകും തോറും ഇവരിൽ നിന്ന് ഇപ്പോൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വർഷങ്ങളായിട്ട്, ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പം ഞാനൊരു 18-20 വർഷമായി. 18-20 വർഷത്തോളം ഈ വയസ്സായ ആൾക്കാരുമായിട്ട് ഇവരിൽ നിന്നും സ്ഥിരമായി കേൾക്കുന്ന പല്ലവി എന്താണ്? എനിക്ക് വയ്യ, അസുഖമാണ്, ഡോക്ടറെ കാണണം, അങ്ങനെ വയ്യ എന്നുള്ളതാണ്. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? സ്ഥിര പല്ലവിയാണ്. മതി മോളെ, ഇനിയിപ്പം ഇത്രയൊക്കെ നാളെ ജീവിച്ചില്ലേ, ഇനിയിപ്പം മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഇവരോട് എപ്പോഴും കളിയാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ അയ്യോ മോളെ മേലെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്ന അമ്മമാരും അച്ഛന്മാരുമാണുള്ളത്. അപ്പം ഞാൻ ഇവരോട് എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, അയ്യോ മോളെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ആൾക്കാരുണ്ട്. ഇവർ മിസ് ചെയ്യാറുണ്ടോ ഇവരെ വീട്? ഇല്ലെങ്കിൽ ഇവരുടെ പാചകങ്ങൾ? ചില അമ്മമാരൊക്കെ അടിപൊളിയായിട്ട് പാചകം ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കുക്കിംഗ് സെഷനോ പ്ലാൻ ചെയ്തൂടെ? ചില അമ്മമാരെ വെച്ചിട്ടേ ഒരു കുക്കറി ഷോ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ 1-2 വട്ടം അതിനെപ്പറ്റി പ്ലാൻ ചെയ്തതാണ്. ഒരു കുക്കറി ഷോ പ്ലാൻ ചെയ്തതാണ്. ശരിക്കും നളഞ്ചേട്ടനുമായിട്ട് നമ്മൾ ഒരു വട്ടം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് എല്ലാവരും തന്നെ പ്രായമായിട്ടുള്ള ഈ അമ്മമാരൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന അമ്മമാരാണ്. അതെ, കല്ലിലരച്ചും അവർക്ക് ഒരുപാട് നല്ല പഴയ കൂട്ടുകൾ അറിയാം. നമ്മളവിടെ സ്നേഹക്കൂട്ടിൽ പാചകം ചെയ്യുമ്പോൾ കുറേ ടിപ്സൊക്കെ ഇവരോട് ചോദിച്ചു. നമുക്ക് തട്ടുകടി ഉണ്ടായിരുന്ന സമയത്ത്, നമുക്ക് സ്നേഹക്കൂടിൻ്റെ തട്ടുകടി ഉണ്ടായിരുന്ന സമയത്ത് അവിടത്തേക്കുള്ള കറികൾ കൂടുതലും ഇവരായിരുന്നു ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ചമ്മന്തിയും ഇപ്പം നളഞ്ചേട്ടൻ്റെ പോലത്തെ ആ നാടൻ പാചകം, നല്ല തേങ്ങ വെച്ച് അരച്ച പുളിയൊക്കെ വെച്ച് അരച്ച ചമ്മന്തിയും നല്ല നാടൻ കൂട്ടുകളും ചക്കക്കുരുമാങ്ങക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റിൽ അങ്ങനെ കുറേയധികം പാചകങ്ങൾ അറിയാവുന്ന അമ്മമാരുണ്ട്. നല്ല മുളക് പൊടിച്ച്, ശരിക്കും ഒരു മുളക് പൊട്ടിച്ച് പോലും കഴിച്ചാൽ എത്ര ടേസ്റ്റോടുകൂടി നമുക്ക് കുത്തരി ചോറും മുളക് പൊട്ടിച്ചതും കൂട്ടി കഴിക്കാൻ പറ്റും. അതെ, കഴിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മുളകുകളൊക്കെ പൊട്ടിക്കാൻ അറിയാവുന്ന അങ്ങനെ പാചകം ചെയ്യുന്ന അമ്മമാരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അത് മിസ് ചെയ്യും. അവർ ചെയ്തുകൊണ്ട് വന്നിരുന്ന ആ ഒരു പാചകം അവർക്ക് മിസ് ചെയ്യും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പണ്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട്. സ്നേഹക്കൂട്ടിൽ എപ്പോഴും ഡാൻസും പാട്ടും കളികളും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരുപാട് അച്ഛനമ്മമാർ ഇന്ന് റീൽസിൽ താരങ്ങളാണ്. 5 മില്യൺ 6 മില്യണൊക്കെ ആളുകൾ കാണുന്ന രീതിയിൽ ഇപ്പം ശരിക്കും എന്നെക്കാൾ കൂടുതൽ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെയാണ് അറിയുന്നത്, ലോകം അറിയുന്നത് അവരെയാണ്. അപ്പോൾ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു മക്കൾക്ക് വേണ്ടി അല്ലേ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് മക്കളെ വളർത്താനും മക്കളെ സെറ്റിലാക്കാനും വേണ്ടിയിട്ട് അല്ല കൊച്ചുമക്കളെയും കൂടെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആ അച്ഛനമ്മമാർ അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ആണ് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്തുന്നത്. പക്ഷെ അതിനുശേഷം അവരെ വേണ്ടതായി വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ അവരുടെ ആ സമയം കഴിഞ്ഞു പോയി. അവർക്ക് അന്ന് ചെയ്യാൻ പറ്റിയത് ഇപ്പം 10 വയസ്സിൽ ചെയ്യാൻ പറ്റുന്ന അതാണ് ഇപ്പം ഒരു 30 വയസ്സിൽ പളനി മല കയറുന്ന ഒരാൾക്ക് 70ാമത്തെ വയസ്സിൽ പളനി മല കയറാൻ പറഞ്ഞാൽ ചിലപ്പം സാധിക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് അവർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വാർദ്ധക്യത്തിലെത്തിയപ്പം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. പക്ഷെ അവരെ അതിനും ട്രെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചും പാട്ടുപാടിയും 2 മണിക്കൂർ നീളുന്ന മധുരം വയോജനം എന്ന പ്രോഗ്രാം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർ ചെയ്യുന്ന പെർഫോമൻസ് ശരിക്കും പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലും ഞെട്ടിക്കും. കാരണം 2 മണിക്കൂറിൽ ഏകദേശം 18ഓളം ഡാൻസാണ് അവർ ചെയ്യുന്നത്. ഈ 18 പെർഫോമൻസ് 2 മണിക്കൂറിൽ ഒറ്റയടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസേഴ്സിന് പോലും പാടുള്ളിടത്താണ് അച്ഛനമ്മമാരത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലെ കല അല്ലെ അവരുടെ ആ ഒരു പവർ അതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാണ്. അപ്പം വീൽ ചെയറിൽ കൊണ്ടിരുന്ന അച്ഛനമ്മമാർ ഒരു മാസം കഴിയുമ്പോൾ സ്നേഹക്കുട്ടി നളഞ്ചേട്ടൻ വരുമ്പോൾ ഓടി നടക്കുന്ന കാണാം. അതേ രീതിയിലേക്ക് നമ്മളിവരെ മാറ്റിക്കൊണ്ട് വരുവാണ്. അതുകൊണ്ട് അവർക്ക് 2 രീതിയിൽ നമുക്ക് ചിന്തിക്കാം അതിനെ. ഒരുപാട് ആഗ്രഹങ്ങൾ ഒക്കെ മാറ്റിവെച്ചിട്ട് അവർക്ക് കുറേ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെടും. എപ്പോഴും നമുക്ക് ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ മറ്റൊന്ന് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ചെറുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സാധിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനമ്മമാർ അല്ലേ, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ച ഭർത്താവ്, ഭർത്താവിന് വേണ്ടി ജീവിച്ച ഭാര്യ, കുടുംബത്തിന് വേണ്ടി ജീവിച്ച ദാമ്പത്യം അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിട്ടയർമെൻറ്റ് ഇല്ലെങ്കിൽ ആർക്കും വേണ്ട ഇല്ലെങ്കിൽ ഇനി ജീവിതത്തിൻ്റെ സായാഹ്നം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന നിമിഷത്തിലാണ് ഓഡിഷനൊക്കെ ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇന്ന് അവരെ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആക്കിയിരിക്കുന്നത്. അതെ, സോഷ്യൽ മീഡിയ സ്റ്റാർസും പിന്നെ ഒരുപാട് 76 വേദികൾ പിന്നിട്ടു മധുരം വയോജനം എന്ന സ്നേഹക്കൂടിന്റെ പ്രോഗ്രാം. ഈ 2 മണിക്കൂർ നീളുന്ന ഷോ ബുക്കിംഗ് ഉണ്ട്, പേയ്മെന്റ് ബുക്കിംഗ് ഉള്ള രീതിയിലാണ്. നമ്മൾ ആദ്യം ഇതിനൊരു പേയ്മെന്റും ചെയ്യാതെ സൗജന്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് പലയിടത്തും ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ അടുത്തൊന്നും ചോദിക്കാറില്ല ഈ ഒരു പ്രോഗ്രാമിന്. പക്ഷേ ആളുകൾ ഇങ്ങോട്ട് നമുക്കതിനുള്ളൊരു അവരുടെ പെർഫോമൻസ് കണ്ടതിന് ശേഷം നമുക്കൊരു സ്നേഹക്കൂടിൻ്റെ സംഭാവന നൽകിയിട്ടാണ് വിടുന്നത്. ആ ഒരു ലെവലിലേക്ക് സ്നേഹക്കൂടിൻ്റെ മധുരം വയോജനം മാറി. ഈ 2 മണിക്കൂർ ഇത്രയും പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുന്നവർ പോലും ഒരു ഉർവശി തിയേറ്റേഴ്സിന്റെ മോലാളിയായിരിക്കും. തീർച്ചയായിട്ടും അരമണിക്കൂർ മുമ്പ് പുറപ്പെടണോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. കാരണം അത്ര വലിയൊരു പെർഫോമൻസ് ആണ് ഇത്. കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന പെർഫോമൻസ് ആണ്. ഞാൻ കാണാറുണ്ട്, ഞാൻ ഈ വീഡിയോസ് എല്ലാം ലൈക്ക് അടിക്കാറുണ്ട്, ഞാനിതെല്ലാം കാണാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കും, എടാ ഗോപാലകൃഷ്ണ നീ റെഡിയായോടാ, നീ പോടാ ബാലകൃഷ്ണ എന്ന് പറയും. മറ്റേ ഗർവാസി ശാശ എന്നൊക്കെ പറഞ്ഞ ഒരു മൊത്തം ഒരു ഉർവശി തിയേറ്റേഴ്സ് എന്ന് പേരിടുകയും വേണം ഈ സ്നേഹക്കൂട് തിയേറ്റേഴ്സ്. ഒരു മാസം 15 ഷോകളുണ്ടായിരുന്നു. 15 സ്ഥലത്ത് നമുക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 15 സ്ഥലത്തും ഓടി എത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ശരിക്കും ഇന്ന് ഹരിപ്പാടാണെങ്കിൽ നാളെ കൊല്ലമാണ്, അതിൻ്റെ അടുത്ത ദിവസം കോട്ടയമാണ്. അങ്ങനെ അങ്ങോട്ട് പറന്നിരിക്കണം. ഈ ആർട്ടിസ്റ്റുകൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ എപ്പോഴും അച്ഛനമ്മമാരുടെ അടുത്ത് കളിയാക്കും. കാരണം ഇത് സിനിമാ താരങ്ങൾക്ക് പോലും ഇല്ലാത്ത അത്രയും എന്താണ് തിരക്കാണ് ഇവർക്ക്. ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ആ ഒരു ലെവൽ
ലെവലിലേക്ക് മാറി. ഉപ്പത്തൊട്ടി കിടക്കുന്ന മാണിക്യക്കല്ലിനെ എടുത്ത് ഷൈൻ ചെയ്യിപ്പിക്കുക. അതാ തീർച്ചയായിട്ടും സെൽഫി എടുപ്പൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ കാണാനായിട്ട് ഓരോ സ്ഥലത്തും പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അച്ഛനമ്മമാരെ കാണാനും അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാനും ആളുകൾ ഇടിച്ചു നിൽക്കുക. ഇവരുടെ മാനസികാവസ്ഥ എങ്ങനെ? അവർ ഭയങ്കര ഹാപ്പി. അവര് പറയുന്നത് അയ്യോ മോനെ എണീക്കാൻ വയ്യടാ, ഇന്ന് എന്നെ കൊണ്ടുപോയല്ലേ, വേറെ ആരെങ്കിലും കൊണ്ട്. അതോ പറയുന്നത് ഒരിക്കലും എനിക്കൊരു കുഴപ്പമില്ലല്ലോ, അവക്ക് വയ്യ ഞാൻ വന്നോളാം എന്ന് പറയുന്നത്. ഒരാൾ പോലും ഇതിൽ പെർഫോം ചെയ്യുന്ന 18 അച്ഛനമ്മമാരുണ്ട്. ഇവരിൽ ഒരാൾ പോലും എത്ര ദൂരെയാണെന്ന് പറഞ്ഞാൽ പോലും മാറി നിൽക്കില്ല. പിന്നെ നമ്മളായിട്ട് മാറ്റി നിർത്തുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പൊ 93 വയസ്സുള്ള നമ്മുടെ അന്നമ്മച്ചിയാണ്. 93 വയസ്സുള്ള അന്നമ്മച്ചിയാണ് ഒപ്പനയുടെ മണവാട്ടിയായിട്ട് വരുന്നത്. അപ്പം ഈ ഒപ്പനയുടെ മണവാട്ടിയെ നമുക്ക് 93 വയസ്സ് 87 വയസ്സുള്ള വർഗീസച്ചനാണ് മണവാളൻ. അപ്പോൾ ഇവരെ കുറച്ച് പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ കുറച്ച് ലോങ് യാത്രകളിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 25-30 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് ഇളിയെടുത്ത് വിടാൻ വയ്യ. അപ്പോഴാണ് ഈ 93 വയസ്സിൽ ഓരോ അമ്മമാര് എത്ര വേദി, ഇപ്പം 76ാമത് വേദിയായി. 76 വേദികൾ ഞാനും 2-3 വരെ തരാം. ഡാൻസ് കളിപ്പിച്ച് ശരിയാക്കാൻ പറ്റുമോ നോക്ക്. അവർക്ക് ഈ പ്രതിസന്ധികളൊക്കെ ഒന്ന് തരണം ചെയ്യാൻ അങ്ങനെ പറ. അപ്പം ഈ അമ്മേനെ ലോങ് ട്രിപ്പ് വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മ 2 ദിവസത്തേക്ക് മിണ്ടത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, 2 ദിവസത്തേക്ക് ഒന്നുമില്ല. ഒന്നും വേണ്ട, ഒരു സിക്ക് ലീവ് വേണ്ട. പകരം ഒരു മണവാട്ടി കയറാൻ നമ്മ സമ്മതിക്കത്തില്ല. അപ്പൊ ലോങ് ഇപ്പൊ കൊല്ലത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയപ്പോഴത്തേക്ക് കൊല്ലം വരെ യാത്ര ചെയ്യണ്ടില്ല. പകരം നമുക്ക് വേറൊരു മണവാട്ടിയെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷെ തിരിച്ചു വന്ന് 2 ദിവസം അമ്മ ഭക്ഷണം കഴിക്കത്തില്ല. അമ്മ ഞങ്ങളോട് മിണ്ടത്തുമില്ല. എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? ഞാൻ വരും, കൊല്ലമല്ല എവിടെയാണെങ്കിലും എനിക്ക് വരാൻ പറ്റത്തില്ലേ? ആ 93 വയസ്സിൽ അവർ കാണിക്കുന്ന എനർജി, അവരുടെ ലൈഫിൽ അവർ ഈ ഒരു പ്രോഗ്രാം എത്രത്തോളം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു മോട്ടിവേഷണൽ സെഷനും കൂടെ നടത്തണം. കേരളത്തിലെ സമൂഹത്തിലുള്ള ആരോഗ്യമുണ്ട് എന്ന് വിശേഷിപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇതൊരു മാതൃകയാവും. തീർച്ചയായിട്ടും. മഴ പെയ്യാൻ കാത്തിരിക്കുക, ലീവ് എടുക്കാൻ. ഒരു ബന്ധമുണ്ടെങ്കിൽ ലീവ്. മാത്രമല്ല ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പൂച്ച കുറുക്കിയാടിയാൽ ലീവ്. മനസ്സിലായില്ലേ? ഇന്ന് കീഴ്ശ്വാസം നേരെ പോയില്ല എന്ന് പറഞ്ഞാൽ ലീവ്, മേൽശ്വാസം പോയില്ല എന്ന് പറഞ്ഞാൽ ലീവ്. അപ്പോഴാണ് ഈ 93 വയസ്സും പ്രായമുള്ള അമ്മ 2 ദിവസം പിണങ്ങിയിരിക്കുന്നത്. എനിക്കൊരു ഈ ഉറപ്പൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഉറത്തിങ്ങനെ ഇരിക്കുമായിരിക്കുമല്ലോ, വാശിയൊക്കെ പിടിച്ച്. പിന്നെ മറന്നു പോകും, ഇത്ര പ്രായമായില്ലേ, 2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും, ആദ്യത്തെ 1-2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. പിന്നെ നമ്മൾ സെറ്റാക്കി എടുക്കും. അടുത്ത പ്രോഗ്രാം സ്ഥലത്ത് അടുത്ത ഉടനെ തന്നെ വരുമ്പോഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു പിണക്കങ്ങ് മാറും. അപ്പോൾ ആ ഒരു സാഹചര്യം, അവർ അത്ര എനർജിയോടുകൂടി അവരത്ര സന്തോഷിച്ചിട്ടാണ് ഓരോ പ്രോഗ്രാം പോകുന്നത്. അവരെ ലോകം അറിഞ്ഞു തുടങ്ങി. ഇന്ന് മക്കൾ വേണ്ടെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പത്തൊട്ടിയിലേക്ക് മക്കൾ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞ അച്ഛനമ്മമാരെ തേച്ചു മിനുക്കി മാണിക്യങ്ങളാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. പേരക്കുട്ടികളൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പേരക്കുട്ടികൾ കോണ്ടാക്ട് ചെയ്യുന്ന ഇൻസിഡൻസ് ഒന്നും ശരിക്കും നമുക്ക് അവിടെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് നേരിട്ട് കാണാൻ വരുമ്പോൾ പേരക്കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട്. അല്ലാതെ ഈ ഫോണിൽ കൂടിയൊന്നും അങ്ങനെ ഒന്നും വിളിക്ക് തിരക്ക് വന്ന് കൊണ്ടുവന്നിട്ട് തിരിച്ചുപോയ അച്ഛനമ്മമാരുടെ സ്റ്റോറീസ് ഇഷ്ടം പോലെ തിരിച്ചു കൊണ്ടായി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഇതുപോലെ സെലിബ്രിറ്റികളായി മാറിക്കഴിഞ്ഞപ്പോൾ നാണക്കേട് കൊണ്ട് തിരിച്ചു കൊണ്ടുപോയ മക്കളുണ്ട്. നാണക്കേട് കൊണ്ട്. കാരണം അതുവരെ അനാഥാലയത്തിൽ അമ്മ കഴിയുന്നു, ആരും അറിയുന്നില്ല, മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ നമ്മൾ അമ്മയെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറക്കി കഴിഞ്ഞപ്പം മക്കൾക്ക് നാണക്കേടുണ്ടായി. കാരണം ലോകം അറിഞ്ഞ് എൻ്റെ അമ്മ അനാഥാലയത്തിലാണെന്ന്. അപ്പം അതുകൊണ്ട് നാണക്കേട്. ഞാൻ ഒരിക്കലും അനാഥാലയം എന്ന് വിളിക്കത്തില്ല, നമുക്ക് അനാഥാലയം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ആ ഒരു വാക്കാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക്. അവർക്ക് അങ്ങനെ കാണാം. മോള് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് ഇതൊരു അനാഥാലയമാണ്, അത് പറഞ്ഞ് മോളും അങ്ങനെ പറഞ്ഞു മാത്രം. പക്ഷെ സ്നേഹത്തിന്റെ കൂട്ടിൽ നിന്നും അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. സ്നേഹത്തിന്റെ കൂട്ടിൽ നിന്നും ഇവരെ കൊണ്ടുപോകുന്നത് നാണക്കേട് പേടിച്ചിട്ടാണ്. അപ്പൊ പിന്നെ മോള് ഈ അമ്മമാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും കൊണ്ടുപോയ അമ്മമാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരോട് സേഫ് ആണെന്നൊക്കെ നമ്മൾ തിരക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ലൈഫിൽ ഇഷ്ടപ്പെട്ട് ഒരുപാട് സ്നേഹത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് വന്ന് വിളിച്ചോണ്ട് പോയ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. തൃശ്ശൂരിൽ നിന്നൊരു അമ്മയുണ്ട്, ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മ റീൽസിലൊക്കെ അഭിനയിച്ചൊക്കെ വന്നതായിരുന്നു. പക്ഷെ അമ്മേനെ അത്യാവശ്യം റീൽസിലൊക്കെ അഭിനയിച്ച് ഫേമസ് ആയി തുടങ്ങിയപ്പോൾ മക്കൾ വന്ന് കൊണ്ടുപോയി. പക്ഷെ അമ്മ ഒത്തിരി വിഷമത്തോടു കൂടിയും വേദനയോടു കൂടിയിട്ടാണ് പോകുന്നത്, മക്കൾക്കൊപ്പം പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണത്. അമ്മ നമ്മുടെ സ്നേഹക്കൂട്ടിൽ നിന്ന് പോയത്. കാരണം ആ അമ്മ എന്നോട് പങ്കുവെച്ച അനുഭവം ശരിക്കും അത്ര
നമ്മളെ ഹൃദയം പൊള്ളിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അമ്മ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം മദ്യപിച്ച് ബോധം കെട്ടുവന്ന മകൻ രാത്രിയിൽ അമ്മയാണെന്നറിയാത്ത രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നിടത്തുനിന്ന് കാപ്പിത്തോട്ടത്തിനകത്ത് അമ്മ ഒളിച്ചിരിക്കാറുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോൾ മകന് ബോധം വീഴുമ്പോഴാണ് അമ്മ തിരിച്ച് വീട്ടിനകത്ത് കയറുന്നത്. ആ സാഹചര്യത്തിലുള്ള ഒരമ്മ സ്നേഹക്കൂട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥ എന്നോട് മാത്രം അമ്മ തുറന്നു പറയുകയും എനിക്കറിയാമല്ലോ അമ്മയുടെ ആ ഒരു വിഷമവും വേദന എന്താണെന്ന്. അപ്പോൾ ആ അമ്മയെ തിരിച്ചു കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് രാത്രികൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അമ്മ പിന്നെ പെമ്മക്കളുടെ ഒപ്പം ആണ് തിരികെ പോയി സുഖമായിട്ട് ജീവിക്കുന്നത്. അതിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മോൻ്റെ ഒപ്പം അല്ല. പക്ഷേ അത്രയധികം മയക്കുമരുന്നും മദ്യവും ഒക്കെ നമ്മളെ അമ്മയെയും മക്കളെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു വേദനയാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിടുന്ന അമ്മമാർക്ക് പുറത്തൊന്ന് പറയാൻ പറ്റത്തില്ല. ആരോട് പറഞ്ഞ് കരയാൻ പറ്റും? കാരണം അവർ നേരിടുന്ന ആ ഒരു അനുഭവം അവർക്ക് പുറത്തൊരാളോട് പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന അമ്മമാർ വളരെ പേഴ്സണലായിട്ട് നമ്മളോട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അത് വലിയ വിഷമമായിരുന്നു. ഹവാർഡ് യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ സെൻറ്ററിൽ നിന്നോ ഒന്നും ഒരു പാണ്ഡിത്യം നേടിയ ഒരു പെൺകുട്ടികളോട് അല്ല ഞാൻ സംസാരിക്കുന്നത്. വളരെ ഒരു തയ്യൽക്കാരിൽ നിന്നും തുടങ്ങി വേദനകളും യാതനകളും എല്ലാം ചവിട്ടി മെതച്ച് അതിന് പുറത്തിരുന്ന് ഒരു ദുർഗയെ പോലെ താണ്ഡവമാടി അങ്ങനെ തന്നെ പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു ചെറിയ പ്രായത്തിലും ഒരു പുഞ്ചിരിയോടുകൂടി ഈ കഥകൾ അവതരിപ്പിക്കുമ്പോൾ, ജനങ്ങളെ അറിയിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇനിയും അമ്മമാരെയും അച്ഛന്മാരെയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. അവർക്കുള്ള കൂരയിൽ അവർക്ക് വേണ്ടി കൈനീട്ടാൻ ഞാൻ തയ്യാറാണ്. ഒരു മടിയുമില്ലാണ്ട് സ്വന്തം ഫോട്ടോ വെച്ച് എൻ്റെ അച്ഛനമ്മമാർക്ക് ഭക്ഷണം വേണം, എന്നെ സഹായിക്കണം എന്ന് കൈനീട്ടുന്ന, അന്തസ്സോടുകൂടി കൈനീട്ടുന്ന ഒരു മകളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ ആൻഡ് യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് നിഷ സ്നേഹക്കോട്. സ്നേഹം വിളമ്പുക മാത്രമല്ല, അത് അറിഞ്ഞ് വിളമ്പുന്ന ഒരു വ്യക്തിത്വത്തിനോടുകൂടി. വിൽ കണ്ടിന്യൂ. Welcome back. You're in conversation with Nisha Snehakodu and this is Shine with Nalan. അപ്പം നമുക്ക് ഒരു ടീ കുടിക്കാം. ഹിബിസ്കസ് ടീ അഥവാ ഡിവൈൻ ടീ. അതാ പിടിച്ചോ, എടുത്തെടുത്തു, അതിനോടുത്തെടുത്തു, സ്വന്തമായിട്ട് എടുത്തു. ഡിവൈൻ ടീ. പിന്നെ എൻ്റെ ലോകപ്രശസ്തമായ എള്ളുണ്ട. ഒരുപാട് കഴിച്ചിട്ടുള്ള എള്ളുണ്ട എൻ്റെ ഫേവറേറ്റ് ആണ്. കേട്ടല്ലോ, ഈ എപ്പിസോഡിലും അത് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ചായ കുടിച്ച് പോവാം. നിഷ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അച്ഛനമ്മമാരെ മാത്രം അഡ്വക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സ്നേഹസമ്പന്നരായ മക്കളും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് മക്കൾ തന്തയും തള്ളയും കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്. വാശി, വിദ്വേഷം, ഉറപ്പ്, എന്തു തന്നെ പറഞ്ഞാലും ഒരു സ്വസ്ഥത കൊടുക്കാണ്ട് അമ്മായിയമ്മ പോര്, മരുമക്കളെ പീഡിപ്പിക്കുക, മോന് സ്വസ്ഥത കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള മക്കളും ഇതിനകത്ത് വിക്റ്റിമാണ്. അങ്ങനെയുള്ള മക്കൾ ഗതികെട്ട് ഒരു നിവൃത്തിയുമില്ലാണ്ട് കൊണ്ടുവന്നാക്കുന്ന അച്ഛനമ്മമാരുണ്ടോ? ഒരുപാട് ഞാനിതുപോലുള്ള സിറ്റുവേഷനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം മക്കൾ വന്നിട്ട് നമ്മളോട് അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം ചില അമ്മമാരെ എന്നെ വിളിക്കാറുണ്ട് ഫോണിൽ. വിളിച്ചിട്ട് വീട്ടിൽ ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് മക്കൾ നോക്കുന്ന അമ്മമാർ വിളിച്ചിട്ട് പറയും, മോളെ ഞാൻ അങ്ങോട്ട് വരുവാണ് എന്നുള്ളത്. മക്കളോടുള്ളൊരു വാശിക്കും സമൂഹത്തിൽ അവരെ നാണം കെടുത്താനൊക്കെ ആയിട്ട്, മക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ അവരെ നാണം കെടുത്താനായിട്ടൊക്കെ തീരുമാനിച്ച് പറയുന്ന അമ്മമാരുണ്ട്. അപ്പം ഞാൻ മക്കളുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയും, നിങ്ങൾ ഒരാഴ്ച എനിക്കിങ്ങ് താ അമ്മേനെ. അപ്പോൾ ഞാനിവിടെ കൊണ്ട് നിർത്തിയിട്ട് അമ്മയെ വേണ്ട രീതിയിൽ എന്താണ് മക്കളുടെ ആ ഒരു വില എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചയക്കാം എന്ന് പറഞ്ഞ് ഞാൻ മക്കളുമായിട്ട് സംസാരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള അമ്മമാരുണ്ട്. അങ്ങനെയുള്ള അമ്മമാർ രാവിലെ വീട്ടിൽ എണീക്കുമ്പോൾ തന്നെ പ്രശ്നം തുടങ്ങിക്കൊണ്ടായിരിക്കും ഈ അമ്മമാർ എണീക്കുന്നത്. അവർക്ക് ഇത്ര സമയത്ത് കാപ്പി കിട്ടണം, ഇത്ര സമയത്ത് കുളിക്കണം, ചൂടുവെള്ളം ടൈമിൽ കിട്ടണം, അങ്ങനെ ഭയങ്കര നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള അമ്മമാരുണ്ട്. ശരിക്കും സ്നേഹക്കൂട്ടിലും ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വേറെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ ആദ്യം തന്നെ ഇങ്ങനെയുള്ള അമ്മമാർക്ക് നമ്മൾ
ആ സുഖങ്ങൾ ഇച്ചിരി കുറയ്ക്കും. കാരണം അവർക്ക് 6 മണിക്കാണ് കാപ്പി വേണ്ടെങ്കിൽ 8 മണിയാകാതെ നമ്മൾ കാപ്പി കൊടുക്കില്ല. ഇതൊക്കെ ഒരു ചെറിയൊരു ട്രെയിനിങ്. അപ്പോൾ 8 മണിയാകാതെ കാപ്പി കൊടുക്കില്ല. പിന്നെ അവർക്ക് കപ്പയും മീനുമാണ് വേണ്ടതെങ്കിൽ നമുക്ക് സ്നേഹക്കുട്ടി കപ്പയും മീനും ആയിരിക്കത്തില്ല, നമുക്ക് ദഹിക്കുന്നതായിട്ടുള്ള ഇഡലി, ദോശ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും. ഇവർക്ക് ഇച്ചിരി എരി വേണം, മീൻചാറ് വേണം. പക്ഷെ മീനൊക്കെ എല്ലാ ദിവസവും മീനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ സുഖസൗകര്യങ്ങൾ ഇച്ചിരി കുറയ്ക്കും. പിന്നെ വീട്ടിൽ ഒരൊറ്റ മുറിയിൽ സുഖമായിട്ട് ഒരു ബാത്റൂമൊക്കെ മാത്രം യൂസ് ചെയ്ത് കഴിയുന്ന അമ്മ 10 പേരൊക്കെ ഒരുമിച്ച് കിടക്കുന്ന ഒരു റൂമിലേക്ക് വരുന്നു. അപ്പോൾ ഈ 10 പേർക്ക് ഉപയോഗിക്കുന്ന 2 ബാത്റൂം ആയിരിക്കും. അപ്പോൾ ഒരാൾ ബാത്റൂമിലുണ്ടെങ്കിൽ അമ്മ വെയിറ്റ് ചെയ്യേണ്ടി വരും ബാത്റൂമിൽ പോകാൻ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ശരിക്കും വീട്ടിൽ അമ്മ അനുഭവിക്കുന്ന സുഖങ്ങൾ എന്താണെന്ന് ഉള്ളൊരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ ഒരു 10 ദിവസം കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊന്ന് കുറച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അമ്മ തന്നെ ഇങ്ങോട്ട് പറയും, മോനെ വിളി, ഞാൻ പൊക്കോളാം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ച് മനസ്സിലാക്കി തിരിച്ചു വിടുന്ന തീർച്ചയായിട്ടും അതിന് ഞാൻ കാരണം നമുക്കറിയാം പല മക്കളുടെ മാനസിക വിഷമങ്ങളും അവർ നമ്മളോട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ മക്കൾക്കൊപ്പം 90% മക്കളുടെ വിഷമങ്ങൾ കേട്ടിട്ട് അവർ പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ ഞാനൊരു ഡിസിഷൻ എന്താണെങ്കിലും എടുക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ ഒന്ന് സെറ്റാക്കി വിടുന്ന അമ്മമാരും. ഈ ഒരു 10-12 കൊല്ലത്തിനകത്ത് ഈ അമ്മമാരെ അച്ഛന്മാരിലോ ചോദിക്കാൻ പാടില്ല, ഈ പ്രശ്നക്കാരെന്ന് പറയുന്നത് കൂടുതലും അമ്മമാരാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ സമ്മതിച്ചിട്ടാണ്. കാരണം അപ്പച്ചന്മാരെന്ന് പറയാൻ ഒരു പ്രശ്നവും ഇതുവരെ നമ്മൾ സ്നേഹക്കൂട്ടിൽ പരസ്പരം ഒരു വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തത് അപ്പച്ചന്മാരാണ്. ഒന്നിനുമില്ല. അവർക്ക് സമയത്ത് ഭക്ഷണം, മരുന്ന് ഒക്കെ കിട്ടിയാൽ അവർ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നോളും. പക്ഷേ അമ്മമാരാണ് കൂടുതലും വഴക്കുണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, എൻ്റെ തോർത്ത് കണ്ടില്ല, എൻ്റെ സോപ്പ് എടുത്തു, അല്ലെങ്കിൽ എൻ്റെ അതെടുത്തു ഇതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുക്കി വെച്ചിരുന്ന ഡ്രസ്സ് മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ ശരിക്കും അമ്മമാരാണ്. പിന്നെ ഒരു പരിധി വരെ നമുക്ക് മക്കൾക്ക് ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ 90% കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ്. കാരണം ഈ അമ്മ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ പുറകെ പിടിക്കാൻ പോകുമ്പോഴാണ് ഈ വഴക്കുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രായം മുന്നോട്ട് ചെല്ലും തോറും സോഡിയം കുറഞ്ഞ് അവരുടെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെടുന്നു, ഹോർമോൺസൊക്കെ മാറുന്നു. അപ്പോൾ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ ശേഷം സ്നേഹക്കുട്ടി തന്നെ വരുന്നവരോട് കഴിച്ചിട്ടേ ഇല്ല, 2 ദിവസമായി ഭക്ഷണം തന്നിട്ടെന്ന് പറയുന്ന അമ്മമാരുണ്ട്. അങ്ങനെ കൂടെ ചിരിച്ചുകൊണ്ട്. പക്ഷെ അവർക്ക് അറിയത്തില്ല അവർ ഫുഡ് കഴിച്ചു, പക്ഷെ കഴിച്ചില്ലെന്ന് അവരുടെ ഓർമ്മക്കുറവുകൊണ്ട് പറയുകയാണ്. പക്ഷേ പ്രായത്തിൻ്റെ ഇത്രയും അച്ഛനമ്മമാരെ ഹാൻഡിൽ ചെയ്ത് നമുക്കത് മനസ്സിലാകും. വരുന്ന ആളുകൾക്ക് പ്രായമുള്ള അച്ഛനും അമ്മയും വീട്ടിലുള്ളവർക്കാണേലും പെട്ടെന്ന് അത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ നമ്മൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ. അതുകൊണ്ട് അവരെ ഈ പ്രശ്നങ്ങൾ വീടുകളിലെ ഒഴിവാകണമെങ്കിൽ ഇവരെ ഒന്ന് മനസ്സിലാക്കാൻ മക്കളും കൂടെ ശ്രമിച്ചാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റും. പിന്നെ നേരെ ഈ 2 രീതിയിലും ഉണ്ട്. തിരിച്ച് മക്കൾ ഉപദ്രവിച്ചും തല്ലിയും ഭക്ഷണം കൊടുക്കാതെ റൂമിൽ അടച്ചിട്ടും ഒക്കെ വരുന്ന അമ്മമാർ, ആ ഒരു സാഹചര്യത്തിൽ വരുന്ന അമ്മമാരെ നമുക്ക് ഒരു കാരണവശാലും കഴിഞ്ഞാലും മക്കൾക്കൊപ്പം തിരിച്ചു വിടാനോ ഒന്നും പറ്റാറില്ല. നമ്മൾ അവരോട് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ. അങ്ങനെ വരുന്ന ഒരുപാട് കൂടുതലും അങ്ങനെ വരുന്ന അച്ഛനമ്മമാരാണ് സ്നേഹക്കൂട്ടിലുള്ളത്. ഒരു അച്ഛൻ തനിച്ച് ഒറ്റപ്പെട്ടു പോയിട്ട് സ്നേഹക്കൂടിനെ പറ്റി അറിഞ്ഞ് സ്വന്തമായി വണ്ടിയും വിളിച്ച് വന്ന് കയറി, അല്ലേ? 500 നമ്മുടെ അത് അച്ഛൻ മരിച്ചു. 500 ഒരുപാട് ഇതിൽ റീൽസൊക്കെ ചെയ്ത് ആ അച്ഛനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അച്ഛനെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കള് കൊണ്ടുപോയി. എനിക്കറിയാവുന്ന പേഴ്സണൽ അതെ ഒരുപാട് തന്നെ വരുന്ന ഇപ്പോഴും ഒരുപാട്. ഇപ്പം തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ തന്നെ വണ്ടി കയറി. ഇപ്പം ഈ തൃശ്ശൂരിലുള്ള ഒരു അച്ഛൻ കോയമ്പത്തൂരായിരുന്നു താമസം. അച്ഛൻ നമ്മുടെ റീൽസൊക്കെ കണ്ടിട്ട് സ്നേഹക്കൂട്ടിനെ പറ്റി അറിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ സ്നേഹക്കൂട്ടിലുണ്ട്. അങ്ങനെ ഓട്ടോയും പിടിച്ച് വരുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഞാനൊരു അമ്മയെ കാണാനായിട്ട് പോയി. കാരണം എൻ്റെ പോസ്റ്റുകൾക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരമ്മ, ഒരു വശം തളർന്നു പോയൊരമ്മയാണ്. ആ അമ്മയുടെ ഒരു മാനും മോളുമാണ് ഉള്ളത്. മോൻ അമ്മേനെ നോക്കുന്നില്ല, മോൾ അമ്മേനെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ടൊരു വീട്ടിലമ്മ തന്നെ കിടക്കുകയാണ്. പക്ഷേ എൻ്റെ പോസ്റ്റുകൾക്കടിയിൽ ഇങ്ങനെ കമൻ്റ് ഇടാറുണ്ട്, മോളെ ഒരു വശം തളർന്ന് കിടക്കുകയാണ്, എൻ്റെ നമ്പർ ഇതാണ്, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പം മാതൃദിനമായ ഇന്നലെ എനിക്ക് ഒരാഗ്രഹം അമ്മയെ ഒന്ന് ചെന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ ഒരമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്ത് ഞാൻ അമ്മയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ അമ്മയുടെ സന്തോഷം കണ്ടപ്പം
ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എന്ത് നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്നേഹവും ഇവരുടെയൊക്കെ ഈ ഒരു കരുതലുമാണ് എൻ്റെ ലൈഫിൽ എന്നെ എന്നെ ഇങ്ങനെ ഞാനായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. എനിക്ക് അവരുടെയൊക്കെ പ്രാർത്ഥനകളാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ്. കാരണം സ്നേഹക്കൂട്ടിൽ അമ്മമാർ മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ, അച്ഛന്മാർ പല സ്ഥലങ്ങളിൽ നിന്നിരുന്ന് ഇങ്ങനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കമൻസിൽ കൂടിയും ഫോൺ നമ്പർ തന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരമ്മയെ ഞാൻ കാണാൻ ചെന്നപ്പോൾ തന്നെ ഉണ്ടായ ഒരു അനുഭവം ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയ ഒരു സീനാണത്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ എന്നെ കാണാനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്നും പറഞ്ഞ് അമ്മ കരയായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് അത്രയൊക്കെ നമ്മൾ ഒന്നുമല്ല അതിന് നമ്മളെ എവിടെയൊക്കെയോ ഇരുന്ന് ഇത്രയും ആളുകൾ സ്നേഹിക്കുന്നത്, അവരെ കാണാൻ നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും കണ്ടെത്താത്ത ആൾക്കാരെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം പല മക്കളെയും പഠിപ്പിച്ച് വെൽ സെറ്റിൽഡ് ആക്കി വിദേശത്തേക്ക് അയച്ച് ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. എനിക്കറിയാവുന്ന ഒരച്ഛൻ മകന് വേണ്ടി ഫ്ലാറ്റ് കെട്ടി ഫുൾ സെറ്റിൽ ചെയ്ത്, അച്ഛന് നാട്ടിൽ 2-3 ബിൽഡിംഗ് ഉണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഫ്ലാറ്റ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് റെൻറ്റിന് തന്നൂടെ? അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞില്ല, മകനും കുടുംബവും വന്ന് താമസിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണ്. പുള്ളി ഒരു കോടീശ്വരനാണ് എൻ്റെ അറിവിൽ. പക്ഷേ മക്കൾക്ക് നാട്ടിലോട്ട് വരാൻ താല്പര്യമില്ല. മക്കൾക്ക് ചിലപ്പോൾ ഇത് മക്കളെ എങ്ങനെ കുറ്റം പറയും? കാരണം ഇവിടത്തെക്കാട്ടിയും വിദേശത്ത് എല്ലാ ഫെസിലിറ്റികളും അവൈലബിളാണ്. അവരുടെ മക്കൾ വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും ജീവിക്കുകയാണ്, എല്ലാം ഫെസിലിറ്റിയാണ്. അവർ തിരിച്ച് അച്ഛനമ്മമാർക്ക് വേണ്ടി നാട്ടിൽ വരണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് വന്ന് ഇവരോട് താമസിക്കുക എന്ന് പറയുന്നത്, ഇത് രണ്ടും ഒരു വിരോധാഭാസത്തിലാണ് നിൽക്കുന്നത്, അല്ലേ? മക്കളെ കുറ്റം പറയാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ മക്കളെ പഠിപ്പിച്ച് വിദേശത്ത് വിടുമ്പോൾ എന്താണെന്നൊരു ക്ലാരിറ്റി കൊടുക്കണം. അവർ പോയി അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ, ഇല്ലേ, ഈ പരലോകത്ത് പോകുന്ന നടക്കുക, അവിടെ പിന്നെ ട്യൂബുണ്ട്, നല്ല അടിപൊളി മിനറൽ വാട്ടറുണ്ട്, നല്ല റിവറും നല്ല കാലാവസ്ഥയും നല്ല ഫെസിലിറ്റിയും എല്ലാം ഉള്ളിടത്തുനിന്ന് പിന്നെ തിരിച്ചെങ്ങനെ വരും? അങ്ങനെ എനിക്കറിയാവുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് വീടുകൾ ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു അവസ്ഥ എനിക്ക് പറയാനുള്ളത്, ഓണം, വിഷു, ക്രിസ്മസ് ഈ സമയത്ത് ഒരുപക്ഷെ ഈ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിലാണ്. ഇവർക്കൊരു നേരത്തെ ഭക്ഷണം, ഒരു വിഷു സദ്യ, ഇല്ലൊരു ഓണസദ്യ, ഇല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്, ഇത് ഒന്ന് എത്തിച്ചു കൊടുക്കാനോ ഇല്ലെങ്കിൽ ഇവരുമായിട്ടൊന്ന് ആഘോഷിക്കാനോ ഒരു പക്ഷേ ഈ മക്കൾക്ക് പറ്റുന്നില്ല. ചിലപ്പം അവധി കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ടു പോയി കിടക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. ഇവരെ പറ്റി നിഷ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഓർക്കാറുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഇതിലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയാനായിട്ട് റിട്ടയർമെൻറ്റ് ഹോമുകൾ വരട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ റിട്ടയർമെൻറ്റ് ഹോമുകൾ വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ മക്കൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവർ വിദേശത്താണ്, അവർ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള നാട്ടിലുള്ള ഒറ്റപ്പെട്ട് താമസിക്കാതെ ആ അച്ഛനും അമ്മയും റിട്ടയർമെൻറ്റ് ഹോമുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ആകണമെന്നാണ്. അല്ല, ഇപ്പം പക്ഷെ ഒത്തിരി മാറ്റങ്ങളുണ്ട് ചേട്ടാ. ഒരുപാട് റിട്ടയർമെൻറ്റ് ഹോമുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് നമുക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ എൻക്വയറീസ് നമുക്ക് തന്നെ വരാറുണ്ട്. അപ്പം നമ്മൾ ഇതുപോലുള്ള നല്ല റിട്ടയർമെൻറ്റ് ഹോമുകൾ യാന്ത്രികമായതല്ല, അതിനൊന്നും സ്നേഹക്കൂട്ടിൻ്റെ ഒരു മണവും ഗുണവും ഇല്ലല്ലോ. അല്ല, എനിക്കും ഇപ്പൊ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, റിട്ടയർമെന്റ് 18 സ്റ്റേജിൽ തീർച്ചയായിട്ടും റിട്ടയർമെന്റ് അല്ലാണ്ട് പോയി എനിക്ക് ഒരു റിട്ടയർമെന്റ് ഹോം എന്തുകൊണ്ട് രാവിലെ ആ കാപ്പി ചായ വരട്ടെ, ആ ഉച്ചയ്ക്ക് ഞാൻ എന്തോ കൂട്ടിക്കിടക്കുന്ന പട്ടിയോ? പക്ഷെ അതിനകത്ത് ഒരു വ്യത്യാസം, നമ്മളിപ്പം വീട്ടിൽ ഒറ്റപ്പെട്ട് അച്ഛനും അമ്മയും മാത്രം ഇരിക്കുന്നിടത്ത് സമാന ചെറിയ വ്യത്യാസം, ഒരുപാട് ആളുകൾ കൂട്ടിയിരിക്കുന്നതിന് പകരം ഒരു 9 പേരുമായിട്ട് ഒരു കൂട്ടിലിരിക്കും. അപ്പൊ നമുക്ക് സംസാരിക്കാൻ ആളായി. പിന്നെ നമ്മളൊന്ന് വീണു പോയാൽ നോക്കാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം തരാനും നോക്കാനും ഒരു കേജിക്ക്. നമുക്ക് വേണ്ടത് അതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കാല്ല. എൻ്റെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന സ്നേഹക്കൂട് ഒരു റിട്ടയർമെന്റ് ഹോം സെറ്റ് ചെയ്യണം. അവിടെ ഈ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവണം. അവിടെ നാടകം, ഗാനമേള, പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എങ്കിലും ഞങ്ങൾക്ക് അതൊരു റിട്ടയർമെന്റ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ റിട്ടയർമെന്റ് ഹോമുകൾ വരട്ടെ, ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ഇപ്പൊ പുതിയ ഒരുപാട് റിട്ടയർമെന്റ് ഹോമുകൾ അതുപോലുള്ള കൺസെപ്റ്റായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ഹോമുകൾ വരുന്നുണ്ട് ഇപ്പം. അവിടെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ആടുകയും പാടുകയും ഡാൻസ് ചെയ്യുകയും ടൂറ് ഒക്കെ, അതൊരു വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ലെവലിലുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ റിട്ടയർമെന്റ് ഹോമുകൾ വന്നാൽ ശരിക്കും ഞാൻ പറയുന്ന കുറേ
മാറ്റങ്ങൾ വരും. അടഞ്ഞു കിടക്കുന്ന വീടുകൾ പിന്നല്ലാതെ. ഒക്കെ വിറ്റിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറട്ടെ. അവർക്ക് ആ അവസാന സമയം കുറച്ച് ആൾക്കാരുമായിട്ട് ഷെയർ രാജകീയമായിട്ട് ചെയ്ത് തീർച്ചയായിട്ടും രാജകീയമായിട്ട് ഒന്ന് വീണാൽ എനിക്ക് എൻ്റെ മുറ്റത്ത് തന്നെ അടക്കണം, എൻ്റെ മുറ്റത്ത് തന്നെ അടക്കണം എന്ന് വാശി പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യം അച്ഛനമ്മമാർ ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ ഞാൻ പറയുകയാണ് റിട്ടയർമെന്റ് ഹോമുകൾ പൊളിയായിരിക്കും. കാരണം ഒരു ശല്യവും ഇല്ല, മക്കളെ കൊണ്ടൊരു ഉപദ്രവവും ഇല്ല. രാവിലെ ഉറക്കം എണീക്കുന്നു, വേർ ഇസ് മൈ ബ്ലാക്ക് കോഫി, കോഫി വരുന്നു, മോളെ ഇന്നെന്താ പരിപാടി, ഇന്ന് നാടകത്തിൽ അച്ഛൻ കർണനാണ്, ഞാനോ നിങ്ങൾ ഹനുമാൻ, നിങ്ങളോ നിങ്ങൾ ഭീമൻ എന്ന് പറഞ്ഞ് കഥാപാത്രങ്ങളെ കൊടുക്കുന്നു. ഇവരൊക്കെ അഭിനയിക്കുന്നു, അതൊക്കെ റീൽസ് ആവുന്നു അല്ലേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കിടന്നുറങ്ങുന്നു. ഞാൻ സ്നേഹമുള്ള അച്ഛനമ്മമാരോട് പറയാറുണ്ട്, ഈ വാർദ്ധക്യം അവസാനം എന്നുള്ളൊരു വാക്കല്ല, വാർദ്ധക്യം എന്നുള്ളത് ആഘോഷമാക്കാം. വാർദ്ധക്യം നമുക്ക് ആഘോഷമാക്കാം. അത് നമ്മൾ ആ വാർദ്ധക്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് ആസ്വദിച്ച് ഞാൻ അച്ഛനമ്മമാരോട് പറയും, നിങ്ങൾ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്, ഇനി നിങ്ങൾക്ക് മക്കളെ കെട്ടിച്ചു വിടാനില്ല, വീട് കെട്ടണം നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട, ഇനി വാടക കൊടുക്കണം എന്ന് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നാളെ അരിക്ക് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ രാജാക്കന്മാരല്ലേ ശരിക്കും, നാളെ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. ശരിയല്ലേ? ഇത് കേട്ടപ്പോൾ ജ്യോതിക്ക് കൊതിയായി. ജ്യോതി പറയും നാളെ തൊട്ട് ഞാൻ റിട്ടയർ ആയെന്ന്. അതൊന്നും പറ്റത്തില്ല കേട്ടോ, അങ്ങനൊന്നും എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ജ്യോതിക്ക് വയസ്സാകുമ്പോൾ അഡ്മിഷന് വേണ്ടി സ്പെഷ്യൽ ഫീസൊക്കെ ഉണ്ട്. അഡ്മിഷന് ഫീസൊക്കെ ഉണ്ടോ? അഡ്മിഷൻ ഒരു ഫീസ് സ്നേഹക്കൂട്ടലാണെങ്കിൽ അഡ്മിഷൻ യാതൊരു ഫീസും ഇല്ല. കുറച്ച് സ്നേഹമായിട്ട് ഇനി വരിക, ഇല്ലേ നമ്മളങ്ങ് സ്നേഹം തരും. അതെ, തീർച്ചയായിട്ടും. You are listening to Shine with Nalan and we are in conversation with നിഷ സ്നേഹക്കോട്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം കഴിക്കാം അല്ലേ? ഇതാ പിടിക്കുക. എൻ്റെ ദൈവമേ, നമ്മൾ പല ഇമോഷണൽ ബോണ്ട്, അതായത് ഈ ഒരു വേദി എന്ന് പറയുന്നത് ചിരിയും കളിയും പോലെ തന്നെ ഒരുപാട് ഇമോഷണൽ ബോണ്ടുള്ളൊരു വേദിയാണ്. മക്കൾ കൊണ്ടുവന്നാക്കിയിട്ട് പോയാലും, പണ്ട് ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ട ഒരു അച്ഛൻ ഒരു ടിക്കറ്റിൻ്റെ പകുതിയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു കാരണവശാലും ഈ ടിക്കറ്റിൻ്റെ പകുതി കളയത്തില്ല. ഇങ്ങനെ ജനലിൻ്റെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാത്തിരിക്കുന്നു. അപ്പം എല്ലാ ദിവസവും ചോദിക്കും, അച്ഛൻ എന്താ നോക്കുന്നതെന്ന് ചോദിക്കും. ഇല്ല ഒന്നുമില്ല, എൻ്റെ മോൻ വരും. കയ്യിലൊരു പേപ്പർ ഇങ്ങനെ പിടിച്ചേക്കുക. അങ്ങനെ ഒരു ദിവസം ഈ അച്ഛൻ മരിച്ചു പോവാണ്. മകൻ കാണാൻ വരുമ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ ഈ പകുതി ടിക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ടിക്കറ്റിനകത്ത് എഴുതിയേക്കുന്നത് എൻ്റെ മകൻ എന്നെ കൊണ്ടാക്കിയപ്പോൾ എടുത്ത ടിക്കറ്റാണത്. ഒരുപക്ഷെ എനിക്ക് മറവി ബാധിച്ചാലും ഇത് കാണിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയണം. അതിനകത്ത് എഴുതിയേക്കുന്നത് ഐ ലവ് യു മൈ സൺ ആൻഡ് ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ഒരു ഇമോഷണലി എന്നെ ടച്ച് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഇതേപോലെ വാതിൽക്കൽ എന്തൊക്കെ തമാശകളുണ്ടെങ്കിലും മക്കളെയും കാത്തു നിൽക്കുന്ന അച്ഛനമ്മമാരുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട്. ഇപ്പം നമ്മളിവിടെ എത്ര സ്നേഹം കൊടുത്തെന്ന് പറഞ്ഞാലും മക്കൾ എന്നുള്ളത് ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ക്കാൻ പറ്റാത്ത ഒരു മാതൃത്വത്തിൻ്റെ വേദനയാണല്ലോ മക്കൾ എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് വിഷമങ്ങളോട് കൂടിയിട്ട് മക്കളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അച്ഛന്മാരും അമ്മമാരുമുണ്ട്. ഓർമ്മക്കുറവുകൾ കൊണ്ട് ഇപ്പം വരും, എന്ന് വരും മോൻ, എന്ന് വരും മോൾ എന്ന് ചോദിച്ച് നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അങ്ങനെയുള്ള അമ്മയെ ഒത്തിരി വേദനയോട് കൂടിയിട്ടാണേലും പലപ്പോഴും പറ്റിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. സ്നേഹക്കൂട്ടിലെ വേറെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഈ ഫോൺ കൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ദേണ്ടേ മോൻ വിളിക്കുന്നു, മോള് വിളിക്കുന്നു പറഞ്ഞ് സ്നേഹക്കൂട്ടിലെ സേവന പ്രവർത്തകരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. അപ്പോൾ അവർക്ക് ശരിക്കും മക്കളുടെ സൗണ്ട് പോലും മോനാണല്ലേ മോളാണ് വിളിക്കുന്നതെന്ന് സൗണ്ടിൽ കൂടെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കൊണ്ട് വ്രണപ്പെട്ട വികാരത്തിന് ചോദിക്കും, എന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പം ഉടനെ എത്താം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നമ്മുടെ സേവന പ്രവർത്തകരെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാനെന്നിട്ട് ഈ ഫോൺ ഇവർക്ക് വേണ്ട മോളാ വിളിക്കുന്നതെന്നും പറഞ്ഞ് അല്ല മോനാ വിളിക്കുന്നതെന്നും പറഞ്ഞ് ചെവിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവർ വിശേഷങ്ങൾ ചോദിക്കുന്നത്, എന്നാണ് വരുന്നത്, കൊച്ചുമക്കൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ വിഷമത്തോടു കൂടി കാണേണ്ടി വരുന്നുണ്ട് എനിക്ക്. കാരണം നമ്മളവരത്
മകനെ മകളാന്ന് പറയും. പക്ഷേ അതുവഴി അവർക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ സന്തോഷം കിട്ടിക്കോട്ടെ എന്നോർത്തിട്ട് അങ്ങനെ ഒരുപാട് പറ്റിക്കൽ പരിപാടികളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അതൊക്കെ ഒരു വലിയ എന്താണ് പറഞ്ഞത്, ഇമോഷണൽ ആയിട്ട് നമ്മൾ ഭയങ്കര നമ്മളെ വല്ലാതാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, അതെ അതെ, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. എനിക്ക് മാത്രമല്ല, ഇപ്പം ഈ മക്കൾ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ, അങ്ങനെ ജസ്റ്റ് കാണാൻ വരുന്ന മക്കളുണ്ടോ? വളരെ കുറവാണ്, വളരെ കുറവാണ്. മക്കൾ കാണാൻ വരുന്നത് വളരെ കുറവാണ്, വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മക്കൾ വന്ന് കണ്ടിട്ട് പോകുമ്പം തിരിച്ചു പോകാൻ സ്നേഹക്കൂട്ടിൽ വരുന്ന അച്ഛനമ്മമാർ കൂടുതലും അങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരിവിടെ ഞങ്ങൾക്ക് സ്വർഗമാണ്, ഞങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്, സുഖമാണ് എന്ന് പറഞ്ഞ് വിടുന്ന ആ ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ശരിക്കും അവരുടെ മനസ്സിൽ മക്കൾ തിരിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഒരിക്കലും അതെന്നെ അറിയിക്കാനോ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ അവരത് കാണിച്ചിട്ടില്ല. അവരെല്ലാ വേദികളിലും നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ട്, അതുപോലെ എല്ലാ വരുന്ന ആൾക്കാരുടെ അടുത്തും പറയാറുണ്ട്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നോ രണ്ടോ മക്കൾക്ക് പകരം ഇവിടെ ഇഷ്ടം പോലെ മക്കളെ എനിക്ക് തേണ്ട, എൻ്റെ മോളെ കിട്ടി, അല്ലെ എൻ്റെ മോനെ കിട്ടി, ഇപ്പം എൻ്റെ ചേച്ചി, എൻ്റെ ഹസ്ബൻഡ്, എന്നെ, അത് 3 മക്കളായിട്ട് കണ്ടുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ട 2 മക്കൾക്ക് പകരം ഇവിടെ 3 മക്കളും ഇഷ്ടംപോലെ കൊച്ചുമക്കളും ഉണ്ടെന്ന് പറയുന്ന അച്ഛനമ്മമാരാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും അവരുടെ മക്കളായിട്ട് അവരുടെ മക്കളായിട്ട് കണ്ടുകൊണ്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേയൊക്കെ അവരതിൽ നിന്നും മോചിതരാകുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മുടെ ഫേവറേറ്റ് സാധനം എവിടെ വെച്ചും ഞങ്ങൾ മേടിച്ചോണ്ട് പോകും, ഇവിടെ തരാനില്ലല്ലോ അല്ലേ. നിഷ, ഞാൻ നിഷയെ കാണുമ്പോഴേ 140 തന്തമാരുടെയും തള്ളമാരുടെയും ഒരു മകളെന്നൊരു അഹങ്കാരം മുഖത്തുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മക്കളൊക്കെ വന്ന് കൊണ്ടുപോകാൻ നിർത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കുശുമ്പ് വന്നതല്ലേ, തരത്തിലടാ എൻ്റെ അച്ഛനെയും കൊണ്ടുപോയിക്കോ, പിന്നെന്താ നീ കൊണ്ടുപോകും, ചെറിയ കുശുമ്പൊക്കെ തോന്നാറില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് പറയുന്നത് കള്ളത്തരമായി പോകത്തല്ലേ. നമ്മൾ ഇത്രയും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് നിൽക്കുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അതെ വളരെ റെയറായിട്ടാണ് കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിൽ വരുന്നത്. പക്ഷെ വരുമ്പോഴത്തേക്ക് ഒരുക്കി റെഡിയാക്കി അച്ഛാ പോണം, മോൻ വരും, മനസ്സിൽ പോകും. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാർ പറയുന്നത് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ മോക്കൊപ്പം നിന്നോളാമെന്ന് പറയുന്ന എൻ്റെ മനസ്സിലെ ആ കുശുമ്പ് ആണ് ശരിക്കും സത്യമായിട്ട് വരുന്നത്. അങ്ങനെ എനിക്കിതിനെ അറിയാം. ശരിക്കും ഈ ഓരോരുത്തർക്കും ഓരോന്നിനോട്, ഇപ്പം ചിലർക്ക് കാറിനോട് ഭ്രാന്ത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഈ അച്ഛനമ്മമാരെ വഴി കൂടിയാണല്ലോ ഒരു അച്ഛനും അമ്മയും നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടവും സ്നേഹവുമാണ്. അപ്പം എൻ്റെ ഭ്രാന്ത് ശരിക്കും ഈ അച്ഛന്മാരോടും അമ്മമാരോടുമാണ്. അത് ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞാൻ അവിടെ വരുമ്പോഴേ നിഷ വന്നു കഴിയുമ്പോൾ ഇവരില്ല വന്നങ്ങ് പൊതിയുമല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അവരായിരിക്കും കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത്. നിഷ ഇങ്ങനെ ഓടി നിൽക്കുകയാണല്ലോ. അപ്പോൾ നിഷയെ കാണുമ്പോഴത്തേക്ക് ഇവരുടെ വെപ്രാളവും ബഹളവും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ മാറിയെന്ന് ആലോചിക്കും, ഞാനാണ് നിനക്ക് കുറച്ച് മുമ്പ് ചോറ് വിളമ്പി തന്നെ, എന്നിട്ട് നിനക്ക് നിഷമോളെ കണ്ടപ്പോൾ നിഷമോളെ ഞാൻ ചുമ്മാ പറഞ്ഞ. പക്ഷേ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇറ്റ്സ് വെരി നൈസ്. മാത്രമല്ല ഇപ്പം ഈ വയസ്സാവും തോറും ഇവർക്ക് പ്രതീക്ഷകളും ഡ്രീംസും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ വന്ന് പറയാം. തീർച്ചയായിട്ടും. ഇപ്പം ഗുരുവായൂർ തൊഴണമെന്ന് ഉള്ളൊരാഗ്രഹം പറഞ്ഞ് കുറേ അച്ഛനമ്മമാരുണ്ട്. ശരിക്കും സ്നേഹക്കൂട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല, എല്ലാ മതസ്ഥരും ഉണ്ട് സ്നേഹക്കൂട്ടിൽ. അപ്പം നമ്മളിങ്ങനെ അച്ഛനമ്മമാരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചപ്പം ഒരുപാട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അച്ഛനമ്മമാരുൾപ്പെടെ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 98ഓളം അച്ഛനമ്മമാരുമായിട്ട് ഇപ്പം കുറേ പേരൊക്കെ കടക്കുന്നവരുണ്ട്, എങ്കിലും വീൽ ചെയറിലിരിക്കുന്നവർക്ക് വരെ ആഗ്രഹമുള്ള വീൽ ചെയറിലിരിക്കുന്ന അച്ഛനമ്മമാരെ വരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. 2 ടൂറിസ്റ്റ് ബസ്സിലായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത്രയും ലോങ് ആയിട്ട് പോകുമ്പം എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ഇതായിരുന്നു. പക്ഷേ 101 വയസ്സുള്ള ഒരമ്മ ആഗ്രഹം പ്രകടിപ്പിച്ച്, 101 വയസ്സുള്ള നടക്കുന്ന ഒരമ്മ. അപ്പോൾ ആ അമ്മയുടെ മോളും കൂടെ അന്ന് നമ്മുടെ കൂടെ വന്നു. ശരിക്കും ആ അമ്മയുടെ മോക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേച്ചിക്ക് അമ്മയെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അമ്മേനെ സ്നേഹക്കൂട്ടിൽ എത്തിച്ചത്. തനിച്ചിരുത്തിയിട്ടൊക്കെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. കൂടുതലുള്ള അതെ. അപ്പം ചേച്ചി തന്നെയാണ് അമ്മേനെ ആക്കിയത്.
അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് കൊണ്ടുപോട്ടെ എന്ന് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് വളരെ സന്തോഷം, ഞാനും വരാമെന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ 101 വയസ്സുള്ള അമ്മയും കുട്ടി ഒക്കെ യാത്ര തിരിക്കുമ്പോൾ ഇത്രയും പ്രായമുള്ളവരെ വീൽ ചെയറിലിരിക്കുന്നവരെ വരെയായിട്ട് ഇങ്ങനെ പോകുമ്പം ശരിക്കും എനിക്ക് ഈ ഞാൻ പോലും പലവട്ടം ഗുരുവായൂർ പോയിട്ട് ശരിക്കും ഗുരുവായൂരപ്പനെ നന്നായിട്ട് എനിക്ക് തൊഴാൻ പറ്റിയിട്ടില്ല. കാരണം ഈ തിക്കിലും തിരക്കിലും പെട്ട് പലപ്പോഴും ഞാൻ തിരിച്ചു പോരുകയാണ് പതിവ്, ക്യൂവിൽ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത്രയും ആളുകളെയായിട്ട് പോകുന്ന എങ്ങനെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ പോയി അവിടെ എത്തി. ഒരു കുഴപ്പവും ഇല്ലാതെ ഇത്രയും അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്നെന്ന് ദർശനം തരിക എന്നൊക്കെ പറഞ്ഞതുപോലെ സുഖമായിട്ട് ഇവരെ സെപ്പറേറ്റ് നമുക്ക് തൊഴിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അവരോടൊപ്പമാണ് ഞാനും വന്ന് ഗുരുവായൂരപ്പനെ ശരിക്കും കണ്ടത്. വീൽ ചെയറിലിരിക്കുന്ന ആൾ മുതൽ 101 വയസ്സുള്ള അമ്മ വരെ ഗുരുവായൂർ തൊഴിക്കാനായിട്ട് പറ്റി. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ്. അവരുടെ ഇതുപോലുള്ള അതുപോലെ ശിവഗിരിയിൽ പോകണമെന്ന് ആഗ്രഹമുള്ള അമ്മമാരെ ശിവഗിരി കൊണ്ടുപോയിട്ടുണ്ട്. ടൂറ് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞവർ, ഹൗസ് ബോട്ടിൽ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞവരെ ഹൗസ് ബോട്ടിൽ കയറ്റാൻ പറ്റി. അങ്ങനെ ശരിക്കും ഞാനൊരു ട്രിപ്പിൻ്റെ ആളാണ്. അത്യാവശ്യം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനമ്മമാരെയും മാക്സിമം യാത്രകൾ ഒരു 6 മാസത്തിലൊന്നെങ്കിലും നിർബന്ധമായിട്ട് ഞങ്ങൾ യാത്രകൾ ചെയ്യും. ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ട്, വീഗാലാൻഡ് പോയി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വരെയായിട്ട് നമ്മൾ പോയി. പിന്നെ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. എനിക്കിഷ്ടമാണ് സിനിമ. സിനിമാ പ്രൊമോഷനുകൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കൽ പോലും തിയേറ്ററിൽ കയറാൻ പറ്റാത്ത കുറേയധികം അച്ഛനമ്മമാരെയായിട്ട് തിയേറ്ററിലെത്തിയപ്പം അവർ ആ തിയേറ്ററിലെ കസേരയിലൊക്കെ ഇരുന്നിട്ട് അവരുടെ ആ ഒരു സന്തോഷം, അതുപോലെ അവിടെ ഇരുന്ന് കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ട് സിനിമ കാണുന്നത്, ആ ഒരു ഫീലിലേക്കൊക്കെ അവരെ നടത്താനൊക്കെ സാധിക്കുന്നത് വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ, നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ച് വെച്ചാലും കിട്ടാത്ത ആ ഒരു സന്തോഷം എനിക്ക് ഇവരെയും കൊണ്ട് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഇവരെയും കൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചേട്ടാ ആ കാര്യത്തിൽ. ഇപ്പോൾ ഈ യാത്രകളിലൊക്കെ ഈ അച്ഛനമ്മമാർ ചെല്ലുമ്പം എല്ലാം ഈ ചെറുപ്പക്കാരെ പോലെ അല്ലല്ലോ. അപ്പം പലർക്കും ഇതൊരു വൃദ്ധസദനമാണ്, ഇല്ലെങ്കിൽ ഒരു സൗജന്യ സെൻ്ററാണ്, ഇല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ല, പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ റീസെൻ്റ്ലി ഒരു ഇൻസൾട്ട് സംഭവിച്ചല്ലോ. അതെന്തുവായിരുന്നു ആക്ച്വലി സംഭവിച്ചത്? അത് നമ്മൾ തൃപ്പൂണിത്തറ ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത യാത്ര ഫസ്റ്റ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴുതിട്ട് തൃപ്പൂണിത്തറ ഹിൽ പാലസ്. അപ്പം നമ്മൾ മണിച്ചിത്രത്താഴൊക്കെ ഉള്ള സിനിമകൾ കണ്ടിരിക്കുന്ന അച്ഛനമ്മമാർക്കെല്ലാം ഈ പാലസ് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് നമ്മളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുന്നത്. അവിടെ നിന്ന് മെട്രോയിൽ കയറി, മെട്രോയിൽ നിന്ന് ലുലു മാളിൽ ഇറങ്ങി അവിടെ പെർഫോം ചെയ്തിട്ട് അവിടുന്ന് ഫോർട്ട് കൊച്ചി, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ചാർട്ട്. അപ്പം ഞങ്ങൾ രാവിലെ ചോറ്റാനിക്കര എത്തി, തൊഴുതിട്ട് ഹിൽ പാലസിലെത്തി. ഹിൽ പാലസിലെത്തിയപ്പം നമ്മുടെ ഈ ഹിൽ പാലസിൻ്റെ മുകളിലോട്ട് വണ്ടി കയറി പോകത്തില്ല, താഴെ വരെ പോകത്തുള്ളൂ. അപ്പോൾ സ്റ്റെയർ കയറി വേണം പോകാൻ. പ്രായമുള്ള അച്ഛനമ്മമാരായതുകൊണ്ട് തന്നെ 30ഓളം പേർക്കേ നടന്ന് കയറാൻ പറ്റുന്നവരുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളൊരു വണ്ടിയിൽ ഇരുന്നോളാമെന്ന് പറഞ്ഞ് 30 പേർക്ക് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ടിക്കറ്റ് കൗണ്ടറിൽ എത്തുന്നത്. അപ്പം 3 ബസ്സിനും ക്യാമറയ്ക്കും 30 അച്ഛനമ്മമാർക്കുള്ള ടിക്കറ്റും നമ്മൾ എടുക്കാനായിട്ട് ചെന്നതാണ്. പക്ഷേ അത്രയും പേർക്ക് പോരാ, വന്നിരിക്കുന്ന 115 പേർക്ക് മൊത്തം ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടായത്. അതിന് നമ്മൾ ചോദ്യം ചെയ്തു. കാരണം ബസ്സിലിരിക്കുന്ന ആളുകൾക്ക്, ബസ്സിന് പാർക്കിംഗ് ഫീ കൊടുക്കുന്നിടത്ത് ബസ്സിലിരിക്കുന്ന ആളുകൾക്ക്, അകത്തിരിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമത്തോടു കൂടി കരഞ്ഞാണ് നമ്മൾ അച്ഛനമ്മമാർ അവിടെ നിന്ന് പോരേണ്ടി വന്നത്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരു പോലീസുകാരൻ്റെ ഭാഗത്തുനിന്ന് നമുക്കെതിരെ ഉണ്ടായ ഒരു ഇത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് മെട്രോയിൽ ചെന്നു. മെട്രോയിൽ നിന്ന് ഞങ്ങൾ ബാക്കിയുള്ള യാത്രകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾ മാനസികമായിട്ട് തുടക്കത്തിൽ വലിയൊരു വിഷമത്തിലായിരുന്നു. എന്നാൽ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ വിളിയുണ്ടായി. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇട്ടപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നമുക്കുണ്ടായ ഇൻസൾട്ടിന് ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനമ്മമാരെ സർക്കാർ ചെലവിൽ വീണ്ടും ഹിൽ പാലസ് കാണിക്കാനുള്ളൊരു സാഹചര്യം ഒരാഴ്ചക്കുള്ളിൽ നമുക്കുണ്ടായി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് നമ്മളെ റിസീവ് ചെയ്ത് മൊത്തം ഹിൽ പാലസ് ഫുൾ അച്ഛനമ്മമാരെ കാണിച്ച് ഭക്ഷണം ഉൾപ്പെടെ നൽകിയാണ് നമ്മളെ തിരിച്ചയച്ചത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിൽ പോലും ഞങ്ങൾ ഹാപ്പിയാകുന്ന രീതിയിൽ സർക്കാരിൽ നിന്ന് അതിന് വളരെ വേഗം ഒരു നടപടി ഉണ്ടായി. അതൊരു വലിയ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല വിശേഷങ്ങൾ സംഭവിക്കട്ടെ, ഒരുപാട് നല്ല യാത്രകളൊക്കെ ഉണ്ടാവട്ടെ. കേരളത്തിൽ നിഷ, നമ്മൾ ഓരോ റീൽസ് ഇടുമ്പോഴും മില്യൺ കണക്കിന് വ്യൂസ് കിട്ടാറുണ്ട്. അടിസ്ഥാനപരമായി ഞാൻ മനസ്സിലാക്കുന്നത് സഹതാപം ആണ് കൂടുതലും, സഹകരണമല്ല. ഒരുപാട് ആൾക്കാരുടെ സഹതാപം.
പിന്നെ അതിനോടൊപ്പം പ്രോത്സാഹനവും കൂട്ടാം. കൂട്ടാം. നമുക്ക് ഈ സഹതാപം പുഴുങ്ങി തിന്നിട്ട് കാര്യമില്ല. ഉണ്ടോ? ഇല്ല, സഹതാപം വേണ്ട. നമുക്ക് സഹതാപം വേണ്ട. ഇപ്പം സഹതാപം കിട്ടുന്ന രീതിയിൽ സ്നേഹക്കൂട്ടിൽ അച്ഛനമ്മമാരെ കരഞ്ഞ് ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിലും നമ്മൾ ഇരുത്തുന്നില്ല. സ്നേഹക്കൂട്ടിലെത്തുമ്പം കാണുന്ന അവിടെ ഭയങ്കര ഹാപ്പി, സന്തോഷം. അവർ നല്ല വെൽ ഡ്രസ്സിലാണ്, അവർക്ക് യൂണിഫോംസ് ഉണ്ട്, അവർ അടിപൊളിയായിട്ട് വേഷം ധരിച്ചൊക്കെ ചിരിച്ച് സന്തോഷിച്ച്. യൂണിഫോം അല്ല, അത് കളർ ഡ്രസ്സുകളാണ്. അതെ അതെ അതെ. ദയനീയത വിൽക്കാൻ ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹക്കൂട്ടി വന്നിട്ട് ഇവർ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് സഹായിക്കാൻ പറ്റുന്നവർ സഹായിച്ചാൽ മതി. ആ ഒരു നിലപാടാണ് ശരിക്കും. അതെ, നമുക്ക് സഹകരണം മതി, സഹതാപം വേണ്ട. അതെ അതെ. കാരണം സഹതപിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അന്നദാനം നൽകാനായിട്ട് വന്നിട്ട് അവരുടെ മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഭക്ഷണം തരാൻ സ്നേഹക്കൂട്ടിൽ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന മക്കൾ അവരുടെ അച്ഛൻ്റെ വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരു വളരെ സന്തോഷത്തോടിയിട്ടാണ് ഇവർക്കൊപ്പം ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് അല്ലെ ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് തിരിച്ചു പോകുമ്പം ആ മക്കൾ അനുഭവിക്കുന്ന ആ ഒരു ഭാഗ്യം, സന്തോഷം അതൊക്കെ ഭയങ്കര വലുതാണ്. അത് ഞാൻ മാക്സിമം വരുന്നവരെ ഹാപ്പിയാക്കി വിടാൻ സ്നേഹക്കൂട്ടിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകരുത്. സ്നേഹക്കൂട്ടിലോട്ട് എത്തുമ്പോഴേ എല്ലാവർക്കും കരച്ചിലാണ് കേട്ടോ. നമ്മുടെ അച്ഛനമ്മമാരെ കാണുമ്പോൾ വരുന്നവരെല്ലാം ഇരുന്ന് കരയുകയാണ് കേട്ടോ. വരുന്ന പ്രായമുള്ളവരാണെങ്കിലും പിള്ളേരാണെങ്കിലും ഉൾപ്പെടെ ഈ നമ്മുടെ അച്ഛനമ്മമാരെ കാണുമ്പോൾ കരയും. അപ്പം ഞാൻ പറയും, ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്, നിങ്ങൾ കരയണ്ട, നിങ്ങൾ അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പോകുന്ന ഈ ദിവസം മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ ഒരു ദിവസമായിരിക്കും. അതെ, അപ്പൊ ഡാൻസ് തുടങ്ങും. ഞങ്ങള് ഡാൻസ് തുടങ്ങി കരഞ്ഞിരിക്കുന്നവർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ആ ഒരു വൈബാണ് സ്നേഹക്കൂട്ടിലുള്ളത്. ആ ഒരു വൈബിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയോട്ട്. നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ വക ഒരു ഷോ ഫ്രീ. അതെ അതെ അതെ. മറക്കാൻ പറ്റാത്തൊരു ദിവസം ഫ്രീ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട, സഹകരണം മതി. ചേർത്ത് പിടിക്കുന്ന മാലാകമാരുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. ആരൊക്കെയാണ്? അവർക്ക് നന്ദി പറയാൻ ഒരു വേദി. ഇപ്പം ജീവിതയാത്രയിൽ ഈ നിഷ എന്നെ നിഷ സ്നേഹക്കൂടാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കൈകൾക്ക് കരുത്ത് തന്ന ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ അടുത്ത സമയത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളത് വലിയൊരു വേദനയാണ്. സന്തോഷേട്ടൻ, അമേരിക്കയിലുള്ള സന്തോഷേട്ടനാണ് കെയർ ആൻഡ് ഷെയർ പോലുള്ള പല പ്രസ്ഥാനങ്ങൾക്കകത്തും അമേരിക്കയിലെ പല അസോസിയേഷനുകൾക്കകത്തും പ്രസിഡൻ്റായും സെക്രട്ടറിയായും ഒക്കെ സേവനം അനുഷ്ഠിച്ച് അവിടെ ഇരുന്നുകൊണ്ട് സ്നേഹക്കൂടിന ബിൽഡിങ്ങിന് അടിത്തറയിട്ട നളഞ്ചേട്ടൻ അറിയാവുന്നതാണ്. സന്തോഷേട്ടനെ അറിയത്തില്ലേ? സന്തോഷേട്ടൻ്റെ വേർപാട് ശരിക്കും സ്നേഹക്കൂടിന് വലിയൊരു നഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര ആളുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാലും നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരാളാണ് സന്തോഷേട്ടൻ എൻ്റെ ലൈഫിൽ. അപ്പം സന്തോഷേട്ടൻ എന്നുള്ള ഒരാളുടെ ആ ഒരു ഓർമ്മ സ്നേഹക്കൂടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിലനിൽക്കുകയാണ്. കാരണം അതിൻ്റെ താഴത്തെ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ അടിത്തറ പാകിത്തന്നത് സന്തോഷേട്ടൻ്റെ സംഘടനയാണ്. സന്തോഷേട്ടനാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് നന്ദി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഗീത ചേച്ചിയും വിജയൻ ചേട്ടനും, നമ്മളെ വിദേശത്തുള്ള നമ്മളൊരു ഫാമിലി, നമുക്ക് ശരിക്കും അവരെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചേട്ടനും ചേച്ചിയെന്ന് പറയാം. സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർ പറയുകയാണെങ്കിൽ അവരുടെ മക്കളെന്ന് പറയാം. ഒരു വിളിപാടകലെ എന്ത് ബുദ്ധിമുട്ടിലും ഏതൊരു വിഷമത്തിലും ചേച്ചി ഇന്ന് അരിയില്ലെന്ന് എനിക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണ് ഗീത ചേച്ചി. നാളെ രാവിലെ സ്നേഹക്കൂട്ടിൽ അരികൾ കൊണ്ട് നിറയുന്ന രീതിയിലേക്ക് സ്നേഹക്കൂട് എന്ന കുടുംബത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഗീത ചേച്ചി, വിജയൻ ചേട്ടൻ, അവരോടൊന്നും നന്ദി പറഞ്ഞാൽ ശരിക്കും നന്ദികേടാകും. അതുപോലെ കുറേയധികം ആളുകളുണ്ട് കേട്ടോ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നവർ. എനിക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. നമ്മളെ കാണാമറയത്തിരുന്ന് നമ്മളെ സഹായിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സ്നേഹവും കരുതലും കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രസ്ഥാനവും ഇന്നിങ്ങനെ നളഞ്ചേട്ടൻ്റെ മുന്നിൽ ഞാനിരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയതും ഇത്രയും അച്ഛനമ്മമാരുടെ മകളെന്ന അഹങ്കാരത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുന്നതും ഒക്കെ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടും കരുതലും കൊണ്ടാണ്. അതിലൊരു ഭാഗമാണ് നളഞ്ചേട്ടൻ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നളഞ്ചേട്ടൻ എനിക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് എനിക്കത് പറയാതെ പോയാൽ ശരിക്കും അതും ഒരു നന്ദികേടാകും. കാരണം എനിക്കൊരു ഏട്ടൻ എന്നുള്ള രീതിയിൽ എൻ്റെ വിഷമങ്ങളും പ്രതിസന്ധികളിലുമൊക്കെ ഞാൻ ഒരു ഫോൺ കോളിൽ എൻ്റെ വിഷമങ്ങൾ പറയുന്ന ഒരാളാണ്. എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ ഞാൻ ഫോൺ എടുത്തിട്ട്
എടുത്തിട്ട് ഫസ്റ്റ് എനിക്ക് ആരുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഷെഫ് നളനിലേക്കാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഏട്ടനറിയാം പല സ്ഥലങ്ങളിലേക്കും ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഏട്ടനോട് വിളിച്ചിട്ട് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ അച്ഛനമ്മമാർക്കൊപ്പം ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന, എൻ്റെ കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട നളഞ്ചേട്ടനും എൻ്റെ ജീവിതയാത്രയിലും സ്നേഹക്കൂടെന്ന എൻ്റെ പ്രസ്ഥാനത്തിനും വളർച്ചയിലും ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബം. എനിക്ക് ജനങ്ങളോട് പറയാനുള്ള സ്നേഹക്കൂടിനെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങളൊക്കെ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, പള്ളികളിൽ പോകുന്നുണ്ട്, നേർച്ചകളും പൂജകളും ചെയ്യുന്നുണ്ട്. 140 അച്ഛനമ്മമാരുണ്ട്. 50 വയസ്സ് തൊട്ട് 101 വയസ്സ് വരെയുള്ള അച്ഛനമ്മമാർ, എത്രയോ പൂർണ്ണചന്ദ്രനെ കണ്ട അച്ഛനമ്മമാർ. അവർ വിളിച്ചാൽ വിളി കേൾക്കാത്ത ഏത് ദൈവമാണ്? അവിടത്തേക്ക് അന്നദാനം ചെയ്യൂ, അവിടത്തേക്കൊരു കൈ കൊടുക്കൂ. അവരുടെ പ്രാർത്ഥനയ്ക്ക് 1000 പൂർണ്ണചന്ദ്രൻ്റെ വിലയുണ്ടാകും. നിശയെ വിളിച്ച് ഞാൻ ഓരോരുത്തർക്കും പറയും, നിങ്ങളെ സ്നേഹക്കൂട്ടിലേക്ക് വിളിക്കും, അവർ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്തസ്സോടുകൂടി പറയും, എൻ്റെ സ്നേഹക്കൂട്ടിൽ അച്ഛനമ്മമാരുടെയും എൻ്റെ നിശമോളുടെയും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത്. ഒരു പിൽഗ്രിമേജ് ടൂർ പോലെ ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാനും അമ്മമാരുടെ പാചകം എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് നിഷ സ്നേഹക്കൂട് ആൻഡ് ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ. സ്റ്റേ കണക്റ്റഡ്. വെൽക്കം ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് നിഷ സ്നേഹക്കൂട് ആൻഡ് ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്ലാൻ? ഇനി നെക്സ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് ഒരു സൗജന്യ ഡയാലിസിസ് സെൻറ്റർ. അത് കുറേ നാളുകളായിട്ട് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണ്. പിന്നെ ഒരു പാലിയേറ്റീവിൻ്റെ നമുക്ക് ശരിക്കും നമ്മളെ പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് കുറച്ച് പേരെ മാത്രമാണ് കിടക്കുന്നവരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ വാർഡ്, അങ്ങനെ ഡ്രീംസ് കുറേയുണ്ട്. ഡ്രീംസിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷങ്ങളിലും. മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് സഹായമായിട്ട് എത്തുക എന്നുള്ളതാണ് സ്നേഹക്കൂടിന് പുറത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനായിട്ടുള്ളൊരു ശ്രമവും ഒക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പണിയും ചെയ്യാണ്ട് ഉമ്മറത്തും അഥവാ കയ്യലപ്പുറത്തും ഇല്ലെങ്കിൽ തട്ടുംപുറത്തും ഇല്ലെങ്കിൽ കലങ്ങിൽ വരുന്ന നമ്മളെ വെറുതെ ആക്ഷേപിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ എഴുതിയും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയും പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഇതൊക്കെ ഒരു പ്രഹസനമാണ്. ഇവളെന്തോ ഈ കാണിക്കുന്നത്, ഈ വയസ്സാം കാലത്ത് അച്ഛനമ്മമാരായിട്ട് എന്തോ കാണിക്കുന്നത്. ഞാനൊരു അമ്മയോട് സംസാരിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത്, മരുന്നുകളുമായാണ് മൗനെ ഞാൻ ഇവിടെ വന്നത്, ഇന്ന് ഞാൻ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. മറ്റേ തമ്പുരാട്ടി അമ്മ പറഞ്ഞ ഇങ്ങനെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും അവരുടെ ഹാപ്പിനെസ് ഒന്നും അറിയാണ്ട് നമ്മളെ മാനസികമായി ഇരുത്തി ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ കുറേ കമൻറ്റോളികൾ വെറുതെ ഇരുന്ന് കമൻ്റ് ഇടുന്നത് അവർക്കൊരു മാനസിക വൈകല്യമാണ്. അവരൊരു മാനസിക രോഗിയായിട്ടാണോ കാണുന്നത്, അതോ അതൊരു ഇൻസ്പിറേഷൻ എൻകറേജ്മെൻ്റ് ആയിട്ട് എടുക്കുമോ? ശരിക്കും ആദ്യമൊക്കെ ഈ നെഗറ്റീവ് കമൻസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ ഇത് ആലോചിച്ചിരിക്കും, അതാ എല്ലാം കളഞ്ഞിട്ട് പോയൊക്കെ എന്ത് അച്ഛനമ്മമാരെ കൊണ്ട് പ്രായത്തിൽ തുള്ളിക്കുന്നു ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞു ഭയങ്കര കമൻസ് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ കൊണ്ട് തന്നെ മറുപടിയായിട്ട് ആ കമൻസുകൾക്കടിയിൽ അച്ഛനമ്മമാരെ കൊണ്ട് തന്നെ ഞാനതിന് റിപ്ലൈ കൊടുപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ അവരെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കണക്കിൽ പറഞ്ഞാൽ ഇവരില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റുമോ നളൻ ചേട്ടാ? ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ തീർച്ചയായിട്ടും അതെ ഈ നെഗറ്റീവ് പറയുന്ന കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ആദ്യം തളർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞാനതൊക്കെ ആസ്വദിക്കുവാണ് ശരിക്കും. ഞങ്ങൾക്കതൊരു പ്രചോദനമാണ്, ഞങ്ങൾക്ക് വളരാനൊരു പ്രചോദനമാണ്. നിങ്ങളുടെ സമയം എഴുതൂ. ചിലപ്പോൾ ആദ്യമൊക്കെ കുറേയൊക്കെ കമന്റ്സിലൊക്കെ നമ്മൾ മറുപടി കൊടുക്കുമായിരുന്നു കേട്ടോ, കുത്തിയിരുന്നിട്ട് ഇവര് പറയുന്നതിന് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ അച്ഛനമ്മമാർ ഹാപ്പിയാണ്. അതെ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരിക്കൽ പോലും സ്നേഹക്കൂടെന്ന നമ്മളെ വീട്ടിനകത്ത് വരാത്ത ഈ അച്ഛനമ്മമാരുമായിട്ട് സംസാരിച്ചിട്ടില്ലാത്ത ആളുകളാണ് വല്ല സ്ഥലത്ത് ഇരുന്ന് സ്നേഹക്കൂടിൽ അത് ഇത് എന്നും പറഞ്ഞുകൊണ്ട് കമൻ്റ് എഴുതുന്നത്. അപ്പം ആദ്യമൊക്കെ ഞാൻ പറയല്ലേ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഓർത്ത് അതവരെഴുതി ആസ്വദിക്കട്ടെ, ഇതുപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരാൻ പറ്റുന്നത്, ഇങ്ങനൊരു പ്രസ്ഥാനം നമുക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പലപ്പോഴും ഞങ്ങൾക്കൊരു രസവും കൂടി ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ അച്ഛനമ്മമാരെ ഇത് നമ്മൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ഇന്ന് നമുക്ക് എതിരെ വന്നൊരു നെഗറ്റീവ് കമൻ്റ് ആണ് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ്
നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യുക. ഇതുകൊണ്ട് ഞാൻ സമ്പാദിച്ചു, ഞാൻ കോടികൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്നോവേ നടക്കുന്നു, ഞാൻ സമ്പാദിച്ചു, ഭയങ്കര എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ സമ്പാദിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ സമ്പാദ്യം ഈ അച്ഛനമ്മമാരും സ്നേഹക്കൂടും അല്ലാതെ. നളഞ്ചേട്ടൻ എന്നെ പേഴ്സണലി വളരെ അറിയാവുന്ന ആളാണ്. പിന്നെ ഞാൻ 19 വയസ്സ് മുതൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്നും എൻ്റെ ടെക്സ്റ്റൈൽസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആഹാരം കഴിക്കാനുള്ളത് സുഖമായിട്ട്, എനിക്ക് 5 നേരം ആഹാരം കഴിക്കണമെങ്കിൽ 5 നേരം ആഹാരം കഴിക്കാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. കുത്തിയിരുന്ന് സമ്പാദിക്കുന്നു. കാരണം ഞാൻ വരുമ്പോഴും ഓണത്തിനൊക്കെ ഇരുട്ട വെളുക്ക പട്ടിപ്പണി ചെയ്ത് തീർച്ചയായിട്ടും രാത്രിന്നും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു കസ്റ്റമറേയും വിടാണ്ട് ഞാൻ എൻ്റെ ഷോപ്പ് വഴി ഞാനൊരു ഫുൾ ടൈം സോഷ്യൽ വർക്കർ അല്ല. ഞാൻ ഒരു ഫാഷൻ ഡിസൈനർ വിത്ത് സോഷ്യൽ വർക്കറാണ്. അപ്പം ഈ സോഷ്യൽ വർക്ക് ഉള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതാ ഈ ഫാഷൻ ഡിസൈനർ എന്നുള്ളത് ഞാൻ എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് എൻ്റെ വരുമാന മാർഗ്ഗമാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നാളുകൾ ഉള്ളതൊന്നും സമ്പാദിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പാദ്യം മാത്രമല്ല, തയ്യക്കടയെ പറ്റി ആവശ്യമില്ലാത്ത ഒരു റീലും ഇട്ട് അതിനെ ഒരു പ്രൊമോഷൻ കൊടുത്ത് അതിന്റെ പേര് ബിസിനസ് പിടിക്കാനും പോയിട്ടില്ല. നിഷ അന്വേഷിച്ച് വരുന്ന ബിസിനസ് നിഷ അന്വേഷിച്ച് തന്നെ വരുന്നുണ്ട്. ഞാനത് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 19 വയസ്സ് മുതൽ ഞാൻ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് ഷോപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. അതിൽ നിന്ന് ഇന്ന് എനിക്ക് 2 ഷോപ്പുകളുണ്ട്, 2 ടെക്സ്റ്റൈൽസ് വിത്ത് സ്റ്റിച്ചിങ് യൂണിറ്റുകളാണുള്ളത്. അതിൽ നിന്ന് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു മ്യൂറൽ പെയിന്റിങ് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന, നല്ല രീതിയിൽ ചെയ്യുന്ന എൻ്റെ ഷോപ്പുകളുണ്ട്. പിന്നെ ഒരു 10-20ഓളം 25ഓളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വിമർശിക്കുന്നവർ ഒരു സൈഡിലിരുന്ന് വിമർശിക്കും, ഇപ്പുറത്ത് നമുക്കത് കേട്ട് ആസ്വദിക്കാം അല്ലേ. സമയമുള്ളപ്പോൾ നമുക്ക് അതെ. അല്ല, ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയ കമന്റ് ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്നേഹക്കൂടെന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മൾ അച്ഛനമ്മമാരോട് സംസാരിച്ചിട്ട് ഇത് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ അത് അവർ സന്തോഷത്തോടുകൂടി ചെയ്യിപ്പിക്കുന്നതാണോ, പ്രശ്നമില്ല. അവിടെ ആരുടെ അടുത്ത് സംസാരിക്കുന്നതിന് യാതൊരു വിലക്കും ഇല്ല. ഫ്രീ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാം, അവരോട് വിവരങ്ങൾ ചോദിക്കാം. ഇവിടെ സുഖമാണോ, ഭക്ഷണം കിട്ടുന്നുണ്ടോ, മരുന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. 2-3 ദിവസം വന്ന് നിന്ന് അതെ സൗകര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ, അവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷം. ഇതെല്ലാം എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. ഒരുപാട് സന്തോഷം നിഷ. കാരണം ഇത്രയും ചെറുപ്പപ്രായത്തിൽ ഇത്രയും പക്വതയോടുകൂടി ഇത്രയും ആഘോഷിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നേഹക്കൂട്ടിൽ എല്ലാവിധ അനുഗ്രഹാശംസകളും എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ സന്തോഷവും ഇനിയും കണ്ടിന്യൂ ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർ മാറി ചിന്തിക്കട്ടെ. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൈവം എല്ലാവരുടെ മനസ്സിലും ഒരു സ്നേഹമായിട്ടുണ്ട്. നിങ്ങൾക്കും ചെല്ലാം, സ്നേഹക്കൂട്ടിലേക്ക് ചെന്ന് 140ഓളം അച്ഛനമ്മമാരെ കാണാം. അവരോട് പറയാം, എൻ്റെ മകനൊരു ജോലി വേണം, അച്ഛനമ്മ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഒരു നേരത്തെ ആഹാരം അവരോടൊപ്പം നിങ്ങൾക്കില്ലെങ്കിൽ പോലും നിഷ നിങ്ങൾക്ക് വിളമ്പും എന്നെനിക്ക് ഉറപ്പാണ്. അത്രയും സ്നേഹം വിളമ്പുന്ന സ്നേഹക്കൂട്ടിൽ നിഷയുമായിട്ടാണ് ഇരിക്കുന്നത്. താങ്ക് യു നിഷ. ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ആൻഡ് എ ഫാബുലസ് ലവ്ലി കോൺവെർസേഷൻ. ഒരുപാട് ആശംസകൾ. വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടി ഞങ്ങളെപ്പോലത്തെ വ്യക്തിത്വങ്ങൾക്കും റിട്ടയർ ചെയ്ത് വന്ന് ആടിപ്പാടി അവസാനിക്കാൻ ഒരു ഭാഗ്യവും യോഗവും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് ദെയർ ഇൻ ഷൈൻ വിത്ത് നളൻ. Thank you, Dhananjeta. Maybe growing old is not about becoming weak. Maybe it is not about wanting to still be seen, heard, valued, and remembered. Today was not a conversation about abandonment. It was about dignity, human connection, and the quiet emotional needs every one of us carries inside. One day, every one of us will also become somebody's achan, somebody's amma. Until then, let us not forget the people who once carried us before we could even walk. This is Shine with Nalan, and the conversation will still stay on even after the lights go off.